വളരെ ഗൗരവമുള്ള ഒരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് നിരവധി പ്രത്യേകതകളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ നാല് സുവിശേഷങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും ആശയങ്ങളും ആദർശങ്ങളും കുലങ്കഷമായി വിചിന്തനം ചെയ്ത ഭക്ത ശിരോമണികൾക്ക് ലഭിച്ച അഭിപ്രായ പ്രകടനങ്ങളാണ് സുവിശേഷങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള 4 തരത്തിലുള്ള വർണ്ണന. അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വർണ്ണനയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വർണ്ണന എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു ഏക ദൈവം, നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം എന്നിത്യാദി ഗഹനമേറിയ വിഷയങ്ങളാൽ സമ്പന്നമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളെന്ന് വേറിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിന്തകളൊക്കെ ഗൗരവപൂർണമായതാണ്. ഗൗരവപൂർണമായത് എന്ന് പറയുമ്പോൾ ആ സുവിശേഷങ്ങളുടെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വർണ്ണനകൾ വ്യത്യസ്തമാണ്. മറ്റ് 3 സുവിശേഷകന്മാരും അത്ഭുതങ്ങളുടെ ധാരാളിത്വം വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ അത്ഭുതം വെട്ടിച്ചുരുക്കിയിരിക്കുക. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പറയുമ്പോൾ അത്ഭുതമല്ലേ പറയേണ്ടതെന്ന് ചിന്തിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ടത്, യേശു അത്ഭുതം ചെയ്തതുകൊണ്ട് ദൈവമായതല്ല, ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. ഇന്ന് ഒരുപാട് ദൈവങ്ങളുണ്ട്, അത്ഭുതം ചെയ്തപ്പോൾ അവർ പോലും അറിയാതെ ദൈവമായിപ്പോയി. അങ്ങനെ അബദ്ധത്തിൽ ദൈവമായ ആളല്ല യേശു, സാക്ഷാൽ ദൈവമായതുകൊണ്ട് ഉലകിൽ അത്ഭുതം ചെയ്തു. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നത് അത്ഭുതങ്ങളിലൂടെയല്ല, ആദർശങ്ങളിലൂടെയും ജീവിതത്തിലൂടെയുമാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപമകൾ കുറവാണ്. അതായത് 3 സുവിശേഷങ്ങൾ ഉപമകളിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുന്നത് ഉപമകളിലൂടെയല്ല. വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിന് യോഹന്നാൻ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പകരം മറ്റു 3 സുവിശേഷകന്മാർ ഗിരിപ്രഭാഷണത്തിന് ദൈർഘ്യമേറിയ വിവരണം കൊടുക്കുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തെക്കാൾ വിരിച്ചൊരുക്കിയ മാളികമുറിയിലെ അവസാന സന്ദേശത്തിന് പ്രാധാന്യം കൊടുത്തത്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റു 3 സുവിശേഷകന്മാരും അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടുന്ന കരുത്തന്മാർ എല്ലാ എഴുത്തുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് യോഹന്നാൻ എഴുതുന്ന ഏറ്റവും കരുത്തുറ്റ ഈടുറ്റ ലേഖനം എന്ന് പറയാം സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷത്തെ. വീണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന 3 ശിഷ്യന്മാർ എടുത്തെഴുതുമ്പോൾ യോഹന്നാൻ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല, പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എഴുതുന്നത്. വീണ്ടും നമ്മൾ കണ്ണോടിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയാൽ ഒരു രാത്രിക്ക് വേണ്ടി യോഹന്നാൻ 6 അധ്യായം മാറ്റിവെച്ചു. അതായത് യോഹന്നാൻ 13 മുതൽ യോഹന്നാൻ 18 വരെ ഒരു രാത്രിയാണ്. ഒറ്റ രാത്രിക്ക് വേണ്ടി 6 അധ്യായം മാറ്റിവെക്കുമ്പോൾ ആ രാത്രിയുടെ പ്രത്യേകത കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയാണ്. മാനവകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം മണ്ണിലവതരിച്ച നസ്രിനാഥൻ മാനവകുലത്തിൻ്റെ കരത്താൽ പിടിക്കപ്പെട്ട് കഷ്ടാനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ രാത്രി 6 അധ്യായം കൊണ്ട് യോഹന്നാൻ വിവരിക്കുമ്പോൾ ആ രാത്രിയുടെ പ്രത്യേകതകൾ വീണ്ടുമുണ്ട്. ആ രാത്രി ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രാത്രി 14, 15, 16 ഒരു പ്രസംഗമാണ്. അതാണ് അവസാന പ്രസംഗം. ഇനി അത് കഴിഞ്ഞ് 17-ാം അധ്യായം കർത്താവിൻ്റെ അവസാന പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. അപ്പോൾ ഓർക്കുക, ഇതാണ് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അതിൽ കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുമായി പ്രവേശിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ അവസാന പ്രസംഗമെന്ന് പറയുമ്പോൾ അവസാന പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഉപമകളില്ലാത്തൊരു പ്രസംഗമാണ് കർത്താവിൻ്റെ അവസാന പ്രസംഗം. മറ്റ് പ്രസംഗങ്ങളൊക്കെ ഉപമകളിലൂടെ വിതക്കാരൻ, നിധി, വല, വയൽ ഇങ്ങനെ ഉപമകളിലൂടെ പറഞ്ഞ കർത്താവ് തൻ്റെ അവസാന സന്ദേശത്തിന് വിവരണം നൽകുമ്പോൾ
ഉപമകളില്ലാതെ പറയുന്നു. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയാൽ ഉപമകളില്ലാത്തത് കൊണ്ട് തന്നെ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നത് കൊണ്ട് ശിഷ്യന്മാരുടെ മസ്തിഷ്കജന്യമായ മൂശയ്ക്കകത്ത് വല്ലാത്ത പിരിമുറുക്കം അനുഭവിച്ചു. ഗ്രഹിക്കാൻ പ്രയാസമായിരുന്നു ആ സന്ദേശം. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ സന്ദേശം പറയുന്ന നസ്രായൻ്റെ ഹൃദയം കലങ്ങി നിൽക്കുകയാണ്. തനിക്ക് നേരിടുവാനുള്ളതറിഞ്ഞ ഹൃദയം കലങ്ങി നിൽക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയവും കലങ്ങി നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ ആ സന്ദേശത്തെ വീണ്ടും മനസ്സിലാക്കിയാൽ കർത്താവിൻ്റെ അവസാന സന്ദേശം പറയുമ്പോൾ കേൾവിക്കാർ ഒരു 11 പേര് മാത്രമാണ്. ഒരു ചെറിയ കൂട്ടം മാത്രമുള്ള ഒരു സന്ദേശം കേൾക്കാനുള്ള ഗ്രൂപ്പ്. പെസഹ ആചരണ മാളിക മുറിക്കകത്ത് ആ സന്ദേശം കേൾക്കാനുള്ളത് കൃത്യം 11 പേരാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 13 തനിക്കുള്ളവരെന്ന ഒരു വാക്കുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോസ്തോലന്മാർ 12 പേർ അവിടെ ഉണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് 13-ാം അധ്യായം അവസാനിക്കുമ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, യൂദ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നീടുള്ള 14-ാം അധ്യായത്തിലെ പ്രസംഗം ആരംഭിക്കുമ്പോൾ കേൾവിക്കാർ 11 പേരാണ്. അപ്പോൾ ഒരു വെളിമ്പ്രദേശത്തുള്ള സന്ദേശത്തിൻ്റെ സ്വഭാവമല്ലിതിന്. ഇതിനകത്ത് ഈ സന്ദേശത്തിൻ്റെ പ്രത്യേകത തനിക്കുള്ളവരോട് മാത്രമുള്ള സന്ദേശമാണ്. അഥവാ രക്ഷിക്കപ്പെട്ടവനോട് മാത്രമുള്ളൊരു സന്ദേശം. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഉച്ചഭാഷണിയുടെ പരിധിക്കകത്ത് ശ്രവിക്കുന്ന മിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഞങ്ങളോട് മാത്രമുള്ള സ്വകാര്യ സംഭാഷണം. ഈ സംഭാഷണത്തെ ഇന്ന് രാത്രി ഉച്ചഭാഷണിയുടെ സഹായത്താൽ ഉച്ചത്തിൽ ഞങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ സ്വഭാവമുണ്ട്. ഈ സന്ദേശം കൊണ്ട് കർത്താവ് 4 ഉദ്ദേശമാണ് അവിടെ പറയുന്നത്. ഞാൻ ആ 4 ഉദ്ദേശം ആദ്യം പറയുക, അവസാനം പറയാൻ എനിക്ക് സമയം തികയില്ല. ആദ്യമേ ഞാൻ അങ്ങ് പറയുക. എന്തിനാന്ന് ചോദിച്ചാൽ ഇനി അവസാന സമയത്ത് ഇത് പറയേണ്ടത്, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ പറ്റുകയില്ല. അപ്പം ഞാനിത് ആദ്യം പറയുന്നത്, പിന്നെ പുറത്തുള്ളവർ വിചാരിക്കും ആ മനുഷ്യൻ ഇത്രയൊക്കെ ആയിട്ട് അത് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാനിത് ഇപ്പോഴേ പറയുക. എന്താ ഉദ്ദേശം? ഒന്ന്, ഈ സന്ദേശം കൊണ്ട് നടക്കുന്ന 4 വിടുതലുകളാണ്. അത് നിങ്ങളൊന്ന് കേട്ടേക്കണം. കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് തോന്നും എന്നാ ഒന്ന് കേട്ടേക്കാന്ന്. അപ്പോൾ കേൾക്കണം. അതിന് ആ സ്വകാര്യ സംഭാഷണത്തിന് 4 ഉദ്ദേശമാണ്. ഒന്നാമത്തെ ഉദ്ദേശമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങാതിരിക്കാനുള്ള കരുത്തുറ്റ സന്ദേശമാണ് ആ രാത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർ, അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ ജനത്തിന് കലങ്ങാൻ പറ്റുകയില്ല. ആർത്തിരമ്പി വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ആർത്തലച്ചു വന്നിട്ടും പതറാതെ തളരാതെ കലങ്ങിപ്പോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം കർത്താവായ യേശുക്രിസ്തു ഒഴിഞ്ഞ അവസാന സന്ദേശത്തിൻ്റെ സ്വാധീനമാണ്. ഇന്ന് രാത്രി ജീവിതത്തിൽ കലക്കം നേരിട്ട് കരകയറാൻ കഴിയാതെ വല്ലാത്ത അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി സന്ദേശത്തിലേക്ക് നിങ്ങളൊന്ന് കാതു കുറിപ്പിച്ചാൽ നിങ്ങളുടെ കലക്കത്തെ മാറ്റാൻ കഴിവുള്ള കരുത്തുറ്റ ഈടുറ്റ സന്ദേശമാണ് കർത്താവ് രാത്രി ശിഷ്യന്മാരോട് പറഞ്ഞത്. അവർ കലങ്ങിയില്ലെന്ന് പറയുമ്പോൾ ഉലകിൽ അവിടെ പറയുന്ന പദം ഇങ്ങനെ, പത്രോസ് പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. അതായത് ഒന്നുമില്ലെന്നും പറഞ്ഞ് യേശുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച മനുഷ്യനാ. പടക് ശൂന്യമാ, വല ശൂന്യമാണെന്ന്. അന്ന് തൻ്റെ ശൂന്യത വലുതായിരുന്നു, തനിക്ക് അതിരു നിറമായിരുന്നു ലക്ഷ്യം. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് ഈ കർത്താവിൻ്റെ സന്ദേശം കേട്ടുകഴിഞ്ഞ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. കാരണം പൊന്നാണയമോ വെള്ളി നാണയമോ ആലയത്തിലേക്ക് പോകുമ്പോൾ കരുതുന്ന പതിവുള്ളവർ പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കയ്യിൽ കാണിക്കയിടാൻ പോലും ഓഫറിങ്ങിനുള്ള നാണയമില്ല. പക്ഷെ അതിനേക്കാൾ വലുതൊന്ന് ഞങ്ങളുടെ അകത്തുണ്ട്. പിടികിട്ടിയോ? ഈ ലോകത്തിലൊരു മനുഷ്യനെ കലക്കുന്നത് സാമ്പത്തിക ശൂന്യതയാണെങ്കിൽ അതില്ലാതിരുന്നിട്ടും കലങ്ങാതെ നിന്ന ഭക്തന്മാർ ഇന്ന് രാത്രിയും എല്ലാം ഉണ്ടായിട്ടല്ല ഞങ്ങളിവിടെ ഒത്തുകൂടിയത്. ഈ ലോകം തരുന്ന എല്ലാ സാമ്പത്തിക നന്മകളെക്കാൾ വലുത് ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്ത് കർത്താവ് പകർന്നിട്ടുണ്ട്. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 2, ഈ സന്ദേശത്തിൻ്റെ 2ാമത്തെ ഉദ്ദേശം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുക. അതായത് സമാധാനം തരുന്ന സന്ദേശമാണിത്. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ലോകത്തിൽ എല്ലാ മനുഷ്യനും ആത്മഹത്യ മാത്രമാണ് ലക്ഷ്യമെന്ന് കരുതി അതിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭവന
ഭവനത്തിൻ്റെ ഉടമയായ ജോയി അറയ്ക്കലും മലയാളികളിലെ ഏറ്റവും വലിയ ബിൽഡറായ CJ റോയിയും ആത്മഹത്യ ചെയ്യുമ്പോൾ പണമില്ലായെങ്കിലും ഉണ്ടെങ്കിലും വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും രക്ഷപ്പെടാൻ ആത്മഹത്യയെ തേടുന്നതിൻ്റെ കാരണം സമാധാനമില്ല. അതിനുവേണ്ടി മനുഷ്യൻ നെട്ടോട്ടം പായുമ്പോൾ ഇന്ന് രാത്രി മൃഷ്ടാന ഭോജനമില്ലെങ്കിലും നല്ല മേൽത്തരമായ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ആത്മഹത്യ ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യം മുൻപിൽ ഉണ്ടായിട്ടും അതിലേക്ക് നടന്നു നീങ്ങാൻ പറ്റാതെ ഞങ്ങളുടെ അകത്ത് നിറയുന്നൊരു സമാധാനമുണ്ട്. അത് കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്ന സമാധാനമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ഞങ്ങളുടെ അകത്ത് കരുത്തുറ്റ സമാധാനം നൽകിയ ഈ സന്ദേശമൊന്ന് കേട്ടേ പോകാവൂ. മൂന്നാമത്തെ ഉദ്ദേശം കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ സന്തോഷം പൂർണ്ണമാകാൻ. യേശുവിൻ്റെ സന്തോഷം പൂർണ്ണമാകാൻ എന്താ പ്രത്യേകത എന്നറിയാമോ? യേശു ജനിച്ചപ്പോൾ കൊണ്ട് കിടത്തിയ പുൽത്തൊട്ടി ആരുടെയോ, പുതപ്പിച്ച ശീല ആരുടെയോ, യേശു പ്രാർത്ഥിക്കാൻ കയറിപ്പോയ മാല ആരുടെയോ, യേശു കയറിയ കഴുത ആരുടെയോ ആണ്. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ ക്രൂശ് അതും മറ്റാരുടെയോ, യേശുവിനെ അടക്കിയ കല്ലറ മറ്റാരുടെയോ. അതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവിന് സ്വന്തമായി ഒന്നുമില്ലാതിരുന്നിട്ടും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തല കുനിയാനോ കണ്ണീര് പൊഴിക്കാനോ നിരാശപ്പെട്ടിരിക്കാനോ അനുവദിക്കാതെ യേശു ഇവിടെ നടന്ന് നീങ്ങിയ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞെങ്കിൽ അത് നൽകുന്ന സന്ദേശം ഇതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മിത്രങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ സന്തോഷം വേണമെങ്കിൽ ഇത് നിങ്ങളൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. 4, ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം കർത്താവ് പറയുന്നു, നിങ്ങൾ എങ്കിൽ ഇടറാതിരിക്കാൻ എന്ന് പറയുമ്പോൾ ഇത് കേട്ട ശിഷ്യന്മാർ 11 പേരിൽ 10 പേരും രക്തസാക്ഷികൾ. 11ാമത്തവൻ യോഹന്നാനാണ്. രക്തസാക്ഷി എന്ന് പറയുന്നതിനേക്കാൾ കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. കാരണം രക്തസാക്ഷി ആകുന്നതിനേക്കാൾ വലുതായിരുന്നു. 2 വട്ടം താൻ ഏറ്റവും ഭീതിജനകമായ സാഹചര്യത്തിൽ അകപ്പെട്ടു. ഒന്ന് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത്, അടുത്തതെഴുതുന്നു തൻ്റെ കഴുത്തിൽ കത്തിവെച്ച് താഴോട്ട് വരഞ്ഞ് കീറിയെന്ന് ഒരു ചരിത്രകാരൻ പറയുന്നു. പക്ഷേ അത്ഭുതപ്പെട്ടു പോയി. കാരണം കീറുന്തോറും മുറിവുണ്ടാകുകയല്ല, മുറിവ് ഉണങ്ങുകയാണ്. പിന്നീടാണ് ഡൊമീഷ്യൻ നാട് കടത്തുന്നത്. അത്രത്തോളം ഭീതിജനകമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ഭക്തന്മാർ. ഇനി അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെയുള്ളവരോ പത്രോസിനെ ക്രൂശിക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് എന്നെ തലകീഴായി ക്രൂശിക്കണം. കാരണം എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ്റെ പാദം ചുംബിച്ച് വേണം എനിക്ക് മണ്ണിനോട് മടങ്ങാൻ. തൻ്റെ സഹോദരൻ അന്ത്രയോസിനെ ഗ്രീസിൽ വെച്ച് എക്സ് പോലുള്ള ക്രൂശിൽ ബന്ധിച്ചു. 72 മണിക്കൂർ യേശുവിനെ അനർഗളമായി പ്രസംഗിച്ചിട്ടാണ് ഈ മണ്ണിൽ നിന്നും മടങ്ങിയത്. ബർത്തലോമായി എന്ന ഭക്തനെ തൊലി ഉരിച്ചു ക്രൂശിത്തിറക്കിയായിരുന്നു. ഫിലിപ്പോസിനെ തല അറുത്ത് കളയുകയായിരുന്നു. മത്തായിയെ എത്യോപ്യ വെച്ച് തലയിറക്കുകയായിരുന്നു. തോമസിനെ ഈ മണ്ണിൽ വെച്ച് കുന്തത്താൽ ഇല്ലാതാക്കുകയായിരുന്നു. അങ്ങനെ മരണത്തിൻ്റെ മുൻപിലും പതറാതെ നിൽക്കാൻ അവർക്ക് കരുത്ത് നൽകിയത് യേശുക്രിസ്തു മൊഴിഞ്ഞ അവസാന സന്ദേശമാണെങ്കിൽ ഇന്ന് രാത്രി ഞാനീ പറയുമ്പോൾ 72 കോടി രക്തസാക്ഷികളുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ചെറിയ കൂട്ടം ഒത്തുകൂടിയിരിക്കുന്ന ഈ അങ്കണത്തിൽ ഒരുമിച്ച് പറയാൻ പറ്റും, മരണം പോലും ഞങ്ങൾക്കൊരു എതിരാളിയല്ല. കാരണം മരണത്തിൻ്റെ മുൻപിലും പതറാതെ ഇടറാതെ ക്രിസ്തുവിനെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ കാരണം അന്ന് ഞങ്ങൾ കേട്ട സന്ദേശത്തിൻ്റെ സ്വാധീനമാണെങ്കിൽ ഇന്ന് രാത്രി ആ സന്ദേശം കേൾക്കുന്ന ആത്മീയന് പറയാൻ പറ്റും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താൻ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും സാധ്യമല്ലെന്ന് ഇന്ന് രാത്രി ആ സന്ദേശം ഉച്ചഭാഷണയുടെ പരിധിയിൽ ഉറക്ക പറയുമ്പോൾ കേൾവിക്കാരൻ അകത്തി 4 വിടുതൽ നടക്കുമെങ്കിൽ ഇന്ന് രാത്രി അതിനുവേണ്ടി നിങ്ങളുടെ സദയം ക്ഷണിക്കുക. യേശുക്രിസ്തുവിൻ്റെ അവസാന സന്ദേശം ഒരു സ്വകാര്യ സംഭാഷണം. ഇതൊരു വിരിച്ചൊരുക്കിയ മാളികമുറിയിലെ തേൻമൊഴികളാണ്. ഇതിനു വേണ്ടി കർത്താവ് 5 ഭാഗമായി സംസാരിക്കുന്ന സന്ദേശമാണ്. അതിൽ 1-ാം ഭാഗമാണ് ഞാൻ വായിച്ചത്. 1-ാം ഭാഗത്ത് തന്നെ 3 പിരിവുകളുള്ളതാണ് 1-ാം ഭാഗം. കർത്താവ് പറയുന്നു, 4 ഉദ്ദേശമുള്ള കലക്കം മാറ്റുന്ന, സമാധാനം തരുന്ന,
സന്തോഷം തരുന്ന, ഇടറാതെ നിർത്തുന്ന ഈ സന്ദേശത്തിൻ്റെ 1-ാം ഭാഗത്തിൽ പറയുന്നു, ഞാൻ പോകുന്നു, നിങ്ങളിനി കലങ്ങണ്ട. രണ്ടാമത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾ കലങ്ങണ്ട. 3, ഞാൻ പോയതുപോലെ വരും, അതുകൊണ്ട് നിങ്ങളിനി കലങ്ങണ്ട. ഈ 3 ഭാഗമാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഞാൻ ഇന്ന് രാത്രി ആ 1-ാം ഭാഗത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു എന്ന പദത്തെ നമ്മൾ ഒന്നുകൂടെ വിശകലനം ചെയ്യാൻ നിന്നാൽ, ഞാൻ പോകുന്നു എന്ന ഒറ്റ പദം തന്നെ ആ രാത്രിയിലെ പ്രസംഗത്തിൽ കർത്താവ് 8 തവണ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു. ആ ഒറ്റ വാക്ക് 8 തവണ ആവർത്തിക്കുന്നെങ്കിൽ ഇവിടെ പദം വരുമ്പോൾ ഞാൻ പോകുന്നു. എന്തിനു പോകുന്നു? സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. ആ വാക്ക് 3ആയി നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഞാനതിൽ 2 വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. 1, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. ആർക്ക്? പാപിക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ക്രൂശിലേക്ക് പോകുന്നു. 2, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു. ആർക്ക് വേണ്ടി? സഭയ്ക്ക് വേണ്ടി. സമയം 9:20 ഒരു സ്തോത്രം പറയാമോ? അപ്പോൾ ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാ. എങ്ങോട്ട് പോകുന്നു? ക്രൂശിലേക്ക് പോകുകയാ. ക്രൂശിലേക്ക് സ്ഥലമൊരുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട്. കാരണം കാൽവറിയാണ് പാപിക്ക് നിൽക്കാനുള്ള ഇടം. കാൽവറിയാണ് പാപിക്ക് ദൈവത്തിങ്കിലേക്ക് കയറാനുള്ള വേദി. കാൽവറിയാണ് പാപിക്ക് ദൈവത്തോട്ട് അടുക്കാനുള്ള ഏക വഴി. അല്ലാത്തൊരു വഴി പാപിക്ക് മുൻപിലില്ല. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ കരാങ്കുലികളാൽ മെനയപ്പെട്ട മനുഷ്യൻ ആദം ഹവ്വ ദമ്പതിമാർ ദൈവത്തോടുള്ള ബന്ധം വികലമാകുന്ന തരത്തിൽ പാപം ചെയ്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നകന്നു മാറിക്കഴിയുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം മാനവനെ പുറത്താക്കുക, തോട്ടത്തിൻ്റെ പുറത്താക്കി. ശേഷം ഏദൻ പറുദീസയുടെ വാതിൽ കാക്കാൻ കരൂപകളെ കാവൽ നിർത്തി. തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കരൂപകൾ കാവൽ നിൽക്കുകയാണ്. പാപം ചെയ്തവൻ ദൈവത്തിന് ശത്രുവായി, ദൈവിക പദ്ധതിക്ക് പുറത്തായി, പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന മേലെടുത്ത് മുട്ടിച്ച് നരകത്തിലേക്ക് മാർച്ച് പാസ്റ്റ് ചെയ്യുന്ന മാനവ സമൂഹം. അപ്പോഴിതാ തിരികെ ഇനി ദൈവത്തിങ്കലേക്ക് അടുക്കണമെങ്കിൽ ഈ കവാടത്തിൽ കെരൂബിൻ്റെ വാളിനിരയാകും. അതുകൊണ്ട് തന്നെ ദൈവവുമായുള്ള ബന്ധം അറ്റുപോയി. അങ്ങനെ മാനവ സമൂഹം മുഴുവനും ദൈവത്തിന് ശത്രുവായി മാറുമ്പോൾ പ്രവാചക പുസ്തകത്തിലേക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്: വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതിൻ്റെ അർത്ഥമെന്ത? അന്നടഞ്ഞുപോയ ഒരു കൂട്ടം വാതിലുകളാണ്. ആ വാതിലുകളെല്ലാം പാപിയുടെ മുമ്പിൽ അടഞ്ഞടഞ്ഞടഞ്ഞു കിടക്കുമ്പോൾ സക്കറിയ പ്രവാചക പുസ്തകം പറയുന്നു, വാളേ ഉണരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറേണ്ടതിൻ്റെ ഇടയനെ വെട്ടുക എന്ന് പറയുമ്പോൾ പാപിയായ മനുഷ്യന് പകരക്കാരനായി പാപമില്ലാത്ത പരിശുദ്ധൻ കാൽവറിയുടെ ഗിരിമുകളിലേക്ക് നടന്ന് കയറുമ്പോൾ ഇതാ പാപിയായ മനുഷ്യൻ ദൈവത്തിന് ശത്രുവായി ഒരിക്കലും ദൈവത്തോടടുക്കാൻ പറ്റാതെ വണ്ണം അകന്നു മാറിയവന് വേണ്ടി കാൽവറിയിൽ നസ്രായൻ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ രക്തരാഭിഷിക്തനായി കിടന്നുകൊണ്ട് കീറലുകളും മുറിവുകളുമായി കാൽവറിയിൽ പെടാപ്പാടുപെടുമ്പോൾ ആ സങ്കീർത്തന വാക്യം ഉറക്കെ പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. കാൽവറിയുടെ ഗിരിമുകളിൽ നസ്രായൻ യാഗമാകുന്ന വേള യുഗങ്ങളായി പാപിയുടെ മുൻപിൽ അടഞ്ഞു കിടന്ന കവാടങ്ങൾ ഒന്നൊന്നൊന്നായി മലർക്ക തുറക്കുകയായിരുന്നു. ഇന്ന് രാത്രി കാൽവറിയിൽ നടന്ന ഏറ്റവും വലിയ വിടുതൽ എന്താണ്? കാൽവറി എന്ന ഒറ്റവാക്കിൽ പഠിച്ച് ഒടുക്കാൻ കഴിയുന്ന വിഷയമല്ല. കാൽവറി കുലക്കളത്തിൽ നസ്രായൻ്റെ യാഗം നടക്കുമ്പോൾ ഒരു രാത്രി 24 പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു. മാത്രമല്ല കാൽവറി കൊണ്ട് നമ്മുടെ നടന്ന കാര്യം
പ്രപഞ്ചത്തിൽ തീർന്നു എന്ന് 7 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമിക്കും ആകാശത്തിനും ഈ സ്വർഗത്തിനും ഉൾപ്പെടെ 3 പ്രധാന മാറ്റങ്ങൾ ഉണ്ടായി. പ്രപഞ്ചത്തിനാകമാനം 4 തരത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായി. അങ്ങനെ കാൽവറിയെ നമ്മൾ പഠിച്ചാൽ ആഴമേറിയ ചിന്തകളാണ്. അതിലേറ്റവും സമ്പന്നമാണ് കാൽവറിയിൽ നസ്രായൻ്റെ കഷ്ടാനുഭവം അരങ്ങേറുമ്പോൾ കാൽവറിയിൽ തുറന്നത് 4 വാതിലുകളാണ്. പാപിയുടെ മുൻപിൽ കാൽവറിയിലൂടെ തുറന്നു 4 വാതിലുകൾ. ആ വാതിലുകളിലൂടെയാണ് പാപിയായ മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപിക്ക് കലങ്ങേണ്ട കാര്യമില്ല, ദൈവത്തോടടുക്കാൻ ധൈര്യത്തോടെ പ്രവേശനം. ദൂരസ്ഥന്മാർക്ക് പ്രവേശനം, അഭക്തന് പ്രവേശനം, പാപിക്ക് പ്രവേശനം, മരിച്ചവന് പ്രവേശനം, ആമേൻ സ്തോത്രം, ദാസന് പ്രവേശനം. ഇതെഴുതി വെക്കുന്നതിൻ്റെ കാര്യം ഒരിക്കലും അടുക്കാൻ പറ്റാതെ വണ്ണം വാഗ്ദത്തത്തിന് അന്യരായ, ദൂരസ്ഥരായ, പാപിയായ, ശത്രുവായ, അഭക്തനായവന് ദൈവത്തിങ്കൽ അടുക്കാൻ ഒരു വാതിൽ തുറന്നു കിട്ടി. അത് കാൽവറിയിലാണ്. കാൽവറിയിൽ തുറന്ന 4 വാതിലുകൾ. 4 വാതിലുകൾ ഞാൻ 4 എണ്ണമില്ല, 1 ഞാൻ പറയുമ്പോഴേക്കും 9 മണിയാവും. പിന്നെ 3 എണ്ണം ഞാൻ ഓരോ വാക്കി പറയും. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയം പോരാ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ കാൽവറിയിൽ തുറന്ന വാതിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 23:42-43 വാക്യം. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നസ്രായൻ്റെ കഷ്ടാനുഭവം അരങ്ങേറുന്ന കാൽവറിയുടെ ഗിരിമുകളിൽ കർത്താവിൻ്റെ അധരം ചലിക്കുന്നു. സപ്തമൊഴി പ്രവാഹമാണ്. ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൽ ഇവരോട് ക്ഷമിക്കണമേ. ആ മൊഴി കേട്ട് എല്ലാവരും ആശ്ചര്യസ്തബ്ധരായി നിൽക്കുമ്പോൾ സമീപേ കിടന്ന തസ്കരൻ ആ വാക്ക് ശ്രദ്ധിച്ചിട്ടൊരു ചോദ്യം ചോദിക്കുക, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നോർക്കാം. അവനോട് പറയുന്ന മറുപടിയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അന്ന് കാൽവറിയിൽ പാപിയുടെ മുൻപിൽ തുറക്കുന്ന 1-ാം വാതിൽ പറുദീസയുടെ വാതിലാണ്. ഈ പറുദീസയുടെ വാതിൽ എന്ന് പറഞ്ഞാൽ, ഈ പറുദീസയുടെ വാതിൽ ഏതാ? ഇത് സ്വർഗീയ പറുദീസയാണോ? അല്ല. കാരണം പിതാവാം ദൈവമിരിക്കുന്ന സ്വർഗീയ പറുദീസ അല്ലെന്നുള്ളതിൻ്റെ തെളിവ്, ഉയർത്തെഴുന്നേറ്റ നസ്രായൻ്റെ അരികിലേക്ക് ആവേശഭരിതയായി മഗ്ദലനക്കാരത്തി മറിയ ഓടിയണയുമ്പോൾ നസ്രായൻ പറയുന്നൊരു പദമുണ്ട്, മറിയേ, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അരികിൽ പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം, കർത്താവേ, അങ്ങ് കാൽവറി കുലക്കളത്തിൽ നിന്ന് മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റിട്ടും പിതാവിൻ്റെ അരികിൽ പോയിട്ടില്ലെങ്കിൽ കാൽവറിയിൽ തസ്കരനെ ക്ഷണിച്ച ഇടമേതാണ്? അപ്പോൾ പിതാവിരിക്കുന്ന സ്വർഗീയ പറുദീസ അല്ലെങ്കിൽ പിന്നിതേതാ? അതറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ കാൽവറി കുലക്കളത്തിൽ കർത്താവ് മരിക്കും മുൻപ് മരിച്ചവരൊക്കെ എവിടെ പോയിരുന്നു എന്നറിയണം. അതിന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ മരണം കഴിഞ്ഞ് അവരൊക്കെ പോയ സ്ഥലമൊന്ന് അന്വേഷിക്കണം. അതിന് ഉൽപ്പത്തി പുസ്തകം 37-35 യാക്കോബ് എന്ന കരുത്തനായ മനുഷ്യൻ തൻ്റെ പേരൊഴിവാക്കിയിട്ട ഉലക മനുഷ്യൻ ഇന്ന് മൂവർ സംഘത്തിൻ്റെ പേരെടുത്ത് തൻ്റെ നാമത്തോട് ചേർത്ത് വെച്ചു. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവത്തിൻ്റെ നാമത്തെ ത്യജിച്ച ഉലകത്തിൽ നിന്ന് 3 എണ്ണത്തിൻ്റെ പേരെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഈ മൂവർ സംഘം അത്ര കണ്ട് സാത്വികന്മാരാണ്, തികഞ്ഞ ആചാര്യന്മാരാണ്, തികഞ്ഞ ഭക്തന്മാരാണ്. അതിൽ യാക്കോബ് പറയുകയാണ്, ഞാൻ വേദനയോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്ന്. ആരാണ് എൻ്റെ മകൻ? യോസഫ്. എൻ്റെ മകൻ മരിച്ചു. യോസഫ് മരിച്ചെങ്കിൽ അവൻ പോയ സ്ഥലം പാതാളമാണ്. ഞാനും അവിടേക്ക് പോകാൻ പോകുകയാണ്. യോസഫ് എന്ന ദർശനക്കാരൻ, പാപം ചെയ്യാൻ വിമുഖത കാട്ടിയവൻ, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി നിന്നവൻ മരിച്ചെങ്കിൽ അവൻ പോയ സ്ഥലം പാതാളത്തിലാണ്. എൻ്റെ അപ്പൻ ഇസഹാക്കും അവൻ്റെ അപ്പൻ അബ്രഹാമും മരിച്ചു പോയ സ്ഥലം പാതാളമാണ്. ഞാനും അങ്ങോട്ട് പോകുമെന്ന്. അപ്പോൾ ഓർക്കണം, യാക്കോബ് ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ പോകുന്നത് മരിച്ചു കഴിഞ്ഞ ചെല്ലുന്ന സ്ഥലം പാതാളമാണ്. പാതാളം ഷിയോൾ എന്ന പദമാണ്. ഷിയോൾ
എബ്രായ ബൈബിളിൽ. ആ പദത്തെ ചില ഭാഷാന്തരങ്ങളിൽ ശവക്കുഴി എന്ന് കാണുന്നുണ്ട്. ശവക്കുഴി എന്നുള്ളതിന് ഈ ഷിയോളല്ല, ക്വബറാണ്. ക്വബർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഖബറടക്കി, ഖബർസ്ഥാൻ, ഖബറിടം. അപ്പോൾ ഈ ഖബർ എന്ന് പറഞ്ഞാൽ ശവക്കുഴിയാണ്. പക്ഷെ ഷിയോൾ ശവക്കുഴിയല്ല, അധോലോകം, പാതാളം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആഴമുള്ള കുഴി. അങ്ങനെങ്കിൽ ഇവിടെ യാക്കോബ് പറയുന്നു, ഞങ്ങൾ മരിച്ചു പോകുന്നത് പാതാളത്തിലേക്കാണ്. വീണ്ടും നമുക്ക് തെളിവ് കിട്ടുന്നുണ്ട്. പുരാതന ഭക്തനായ ജോബ് കത്തിയെരിയുന്ന കഠിന ശോധനയുടെ നടുവിലും ദൈവത്തിനു വേണ്ടി നിന്ന മനുഷ്യൻ. 10 തലമുറകൾ നഷ്ടപ്പെട്ടു. ഒരു ഭാഗത്ത് ഭാര്യ അലമുറയിട്ട് കരയുമ്പോൾ ഈ ജോബിൻ്റെ വാക്ക് കണ്ടോ, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഭാര്യ നോക്കുമ്പോൾ ഈ മനുഷ്യന് മക്കളെക്കാൾ വലുതാണ് ഭക്തി. പുള്ളിക്കാരിക്ക് രോഷമാണ്. അല്പം കഴിഞ്ഞ് സമ്പത്ത് പോകുമ്പോഴും തൻ്റെ ഭക്തി കളയുന്നില്ല. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഇപ്പോഴും സമ്പത്തിനേക്കാൾ വലുതാ ഭക്തി. അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ അരികിലേക്ക് രോഗം വന്നു, വ്രണം ബാധിച്ചു, മാംസഭാഗങ്ങൾ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞു വീഴുന്നു. മരിക്കുമെന്ന് ഉറപ്പിക്കപ്പെട്ട എല്ലാവരും കാതുകൂർത്തിരിക്കുമ്പോൾ ഇപ്പോൾ ചാരം വാരിയിട്ട് ചാക്കിശീല ധരിച്ചോട്ട് കഷണം കൊണ്ട് ചുരണ്ടിയിരിക്കുന്ന പ്രിയതമനെ ശ്രദ്ധിച്ച ഭാര്യ നോക്കുമ്പോൾ ഭക്തിയും പിടിച്ചിരിക്കുക. രോഷത്താൽ അരികത്ത് വന്ന് ചോദിക്കുന്നു, ഇപ്പോഴും ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നു, പോയി ചാകരുതോ മനുഷ്യ. ഈ ചോദ്യം അവിടെ ഉന്നയിക്കുമ്പോൾ ഈ ഭാര്യയുടെ അകത്ത് വല്ലാത്തൊരു വെപ്രാളമായി. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടായി ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? സമ്പത്തിനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് ഭക്തി? രോഗം വന്ന് മരിക്കാറായി, ഇപ്പോഴും ഭക്തിയും പിടിച്ചുകൊണ്ടിരിക്കുക. തലമുറ പോയിട്ടും ഭക്തി പിടിക്കുക. എന്തിനായി ഭക്തി ഇത്രയും പിടിച്ചത്? കാരണം എന്താണെന്നറിയാമോ? ഈ സഹോദരിയുടെ ചിന്ത ഭക്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടത്തിന്, ഭക്തി എന്ന് പറഞ്ഞാൽ ശാരീരിക വിടുതലിന്, ഭക്തി എന്ന് പറഞ്ഞാൽ തലമുറയുടെ ഉന്നമനത്തിന്. ഇതായി സിസ്റ്ററുടെ കാഴ്ചപ്പാട്. ഇയ്യോബിൻ്റെ പുസ്തകം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൽ ഇഷ്ടം തോന്നിയത് പിശാചിനെയാണ്. അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കരുത്, ഞാൻ പറഞ്ഞുതരാം. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഉപദേശമൊന്നുമല്ല, എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് മനസ്സിലായത് ഈ സഹോദരിയേക്കാൾ ഭേദം പിശാച. അതിൻ്റെ കാരണം ചില സഹോദരന്മാരും പറയും അസത്യ ഭാഷയെന്ന്. അത് അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കും. പക്ഷെ ഞാനതല്ല പറയുന്നത്, ഇയ്യോബിൻ്റെ സാഹചര്യ പുസ്തകത്തിൽ നിന്ന്. അതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? ഈ സഹോദരി ഇയ്യോബിനോടൊപ്പം ജീവിച്ചിട്ട് ഈ സഹോദരി ഇപ്പം ചോദിക്കുന്നുണ്ട്, ഇത്രയും ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണ്? ഇതാ ചോദ്യം. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഈ പിശാച് ഈ പുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. ഇയ്യോബ് 1:9. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്. വെറുതെയോ എന്ന മലയാള പദം എബ്രായ ബൈബിളിൽ കിനാം, പ്രോഫിറ്റ്, ലാഭം. പിശാച് പറയുക, 10 ശവപ്പെട്ടി കണ്ടിട്ടും പതറാതിരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു ലാഭം ഈ മനുഷ്യൻ്റെ അകത്ത് കിടക്കുക. സമ്പത്തെല്ലാം പോയിട്ടും പതറാതിരിക്കുന്നത് സമ്പത്തിനപ്പുറമുള്ളൊരു ലാഭത്തിൻ്റെ വെളിപ്പാട് അകത്ത് കയറി തളച്ചു മറിയുക. മരണമരികത്തേക്ക് ഇരമ്പി വന്നിട്ടും തെല്ലും കൂസാതെ നിൽക്കുന്നതിൻ്റെ കാര്യം മരണത്തിനപ്പുറമുള്ള ഒരു ലാഭത്തിൻ്റെ വെളിപ്പാട് അകത്ത് കയറി തിളയ്ക്കുക. ഇതാണ് ഇയ്യോബിൻ്റെ വെളിപ്പാടെങ്കിൽ ആ ഇയ്യോബ് കഷ്ടതയുടെ പാരമ്യത്തിൽ പറയുന്ന പദം എന്താണെന്നറിയാമോ? ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ദൈവമേ, നീ എന്നെ പാതാളത്തിൽ ഒളിപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഈ കരുത്തനായ മനുഷ്യൻ്റെ ദർശനത്തിൻ്റെ ആഴം കണ്ടോ? പാതാളം, അതാണ് എൻ്റെ വീട്. ഇനി ഞാനൊരു ആശയം കൂടെ പറയാം. ഇത്രയും കൃത്യമായി വിവരണത്തോടെ ഇയ്യോബ് ഈ വെളിപ്പാട് ഉറക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചു പോയ സ്ഥലം പാതാളമാണ്. പാതാളം. ഈ പാതാളം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം. പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചുപോയ സ്ഥലം പാതാളമാണെങ്കിൽ സങ്കീർത്തനം 9:17 ഒരു വാക്യമുണ്ട്. അത് അല്പമൊക്കെ വാക്യം അറിയാവുന്നവരെടുത്ത് പറയാൻ സാധ്യതയുണ്ട്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. അതാണ്.
അല്പസ്വല്പം വചനമറിയാവുന്നവരും ബൈബിളൊക്കെ വായിച്ചിട്ടുള്ള ഒരു കൂട്ടത്തിന് ഈ വാക്യം കിട്ടും. അതാണ് കാരണം, നല്ലതൊന്നും കിട്ടിയില്ലെങ്കിലും ആവശ്യമില്ലാത്തതെല്ലാം കിട്ടും. ആ കൂട്ടത്തിൽപ്പെട്ടതൊന്നാണ് ഇത്. കാരണം പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം പാതാളത്തിലാന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഉറക്കെ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? പാതാളത്തിലോട്ട് ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതിയും തിരിയും. രക്ഷിക്കപ്പെടാത്തവന് സന്തോഷമായി, സ്നാനപ്പെടാത്തവന് സന്തോഷമായി, പിന്മാറ്റക്കാരനും സന്തോഷമായി. കാരണം പാതാളത്തിലോട്ട് തിരിയും. എന്നാൽ വാടുന്ന മുഖങ്ങളുണ്ട്. അതാരാന്നറിയാമോ? ദൈവകൃപ പ്രാപിച്ച ഒരു കൂട്ടം ആത്മീകരുടെ അകത്തൊരാവല്, ഒരു വിങ്ങല്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടു പോകുന്നിടത്തോട്ട് ഇവനും കൂടെ വരുമോ? പേടിക്കണ്ട, ആ വാക്യത്തെ ഞാനൊന്ന് വിവരിക്കാൻ പോവാ. പാതാളം എന്ന പേര് കൊണ്ട് ഒന്നാണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വലിയ ആർച്ചാണ് പാതാളം. ആ ആർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗേറ്റിൽ പാതാളമെന്നുണ്ട്. പാതാളം കഴിഞ്ഞ് ഒരുവൻ അകത്തോട്ട് കയറിക്കഴിയുമ്പോൾ കുറഞ്ഞത് 2 നിലയാണ്. പിടികിട്ടിയോ? പാതാളത്തിന് 3 തട്ടാണ്. 3 തട്ടൂടെ പറഞ്ഞാൽ 10 മണിയായാലും വീട്ടിൽ പോക്കുണ്ടാകുകയല്ല. 3 തട്ട്. ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒന്നിലധികം. അതെന്തിനാ ഈ ഒന്നിലധികം പറയുന്നതെന്നറിയാമോ? ഈ പാതാളമെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒന്നാണെങ്കിലും ഗേറ്റ് അങ്ങോട്ട് കടന്നു കഴിയുമ്പം ഒന്നിലധികം ഉണ്ട്. നമുക്കത് മതി. കാരണം ഒന്നിച്ചല്ലെന്നറിഞ്ഞാൽ പോരായോ? അപ്പോഴേക്കും ഒരു സന്തോഷമാവില്ലയോ? അത്രേ ഉള്ളൂ. അല്ലാതെ ആരൊക്കെ എവിടെ പോകുമെന്ന് പറഞ്ഞു ദുഃഖം വരുന്നതിലും എന്ത് നല്ലതാ. ഒന്നിച്ചല്ലെന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാവട്ടെ. ഒന്നിച്ചല്ല എങ്ങനെ തെളിയിക്കാൻ പറ്റും? തിരുവെഴുത്തിൽ വാക്യങ്ങൾ ഇങ്ങനെയാണ്. ആവർത്തനം 32:22. എൻ്റെ കോപത്താൽ തീ ജ്വലിച്ചു പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും. പാതാളത്തിൻ്റെ ആഴം, ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ഷിയോൾ, ലോവസ്റ്റ് ഹെൽ, കീഴെയുള്ള പാതാളം. അപ്പോൾ ശ്രദ്ധിച്ചേ, കീഴെയുള്ള പാതാളം എന്ന് പറയുമ്പോൾ തീയുള്ള കീഴെയുള്ള പാതാളം, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീ കത്തുന്ന കീഴെയുള്ള പാതാളം. വീണ്ടും തിരുവെഴുത്ത് പറയുന്നു, സങ്കീർത്തനം 86:13 വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമായ യഹോവേ, എന്നോടുള്ള നിൻ്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചു. ലോവസ്റ്റ് ഹെൽ, കീഴെയുള്ള പാതാളം. വീണ്ടും സദൃശ്യവാക്യങ്ങളാണ്. 15:24 ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുകയാണ്. വീണ്ടും തിരുവെടുത്ത് പറയുന്നു, യെശയ്യാ പ്രവാചക പുസ്തകം, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വിട്ടേറ്റ് നിലത്ത് വീണു, നിന്റെ നിമിത്തം കീഴെ പാതാളം ഇളകിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, മീതെ പാതാളം, കീഴെ പാതാളം, മീതെയുള്ള പാതാളവും കീഴെയുള്ള പാതാളവും. ഇനി ഇത് രണ്ടും കൂടെ നസറായൻ്റെ കാലമായപ്പോൾ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നസറിനാഥൻ ഒരു വിവരണം നൽകുന്നുണ്ട്. 2 മനുഷ്യർ, ധനവാനും ലാസറും, 2 മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗം വിവരിക്കുക. 2 മനുഷ്യൻ, 2 ജീവിതം, 2 സാഹചര്യം, 2 മരണം, 2 അടക്കം, 2 ഉയർപ്പ്. അപ്പം ഈ 2 മനുഷ്യരെന്ന് പറയുമ്പോൾ ധനവാനും ലാസറും. ധനവാൻ എന്ന് പറയുമ്പോൾ സാധാരണ ഈ പാസ്റ്റർമാർക്കൊന്നും ഇഷ്ടമല്ല ഈ ധനവാനെ. പട്ടക്കാർക്കും പാതിരിമാർക്കും ഇഷ്ടമല്ല, വിശ്വാസിക്കും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, ഉപദേശമൊന്നുമല്ല, ലൈവ് ആയതുകൊണ്ട് അത് മാത്രം കട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഉപദേശമൊന്നുമല്ല, എൻ്റെ ആഗ്രഹം പറയുക. എന്നെ എന്തും പറഞ്ഞു, എൻ്റെ ആഗ്രഹം പറയുക. എനിക്കിഷ്ടം എന്താണെന്നറിയാമോ? ഒരു 50 ധനവാനും എൻ്റെ സഭയെ വേണം, ഒരു 50 പരീശനും വേണം. തുറിച്ചു നോക്കണ്ട. പരീശൻ എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് ഇഷ്ടക്കേടാ. പക്ഷേ 50 എണ്ണമെന്ന് പറയുമ്പം പരീശൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു. നമ്മളാകെ ഒരു വെള്ളിയുണ്ട്, അതിലെത്ര എണ്ണം കാണും? പാസ്റ്ററുണ്ട്, അമ്മാമ്മയുണ്ട്, ഡ്രമ്മുണ്ട്. അത്രേ ഉള്ളൂ. ഇത് 50 എണ്ണം ഉണ്ടെങ്കിൽ അവൻ എല്ലാ മീറ്റിങ്ങിലും ആഴ്ച 2 മീറ്റിങ്ങിന് ഇവൻ പ്രസൻ്റാണ്. ഇവൻ സ്വർഗത്തിൽ പോയില്ലല്ലോ. എന്നാ പ്രസംഗക്കുറിപ്പ് നല്ല രീതിയിൽ പ്രസംഗിക്കാമല്ലോ. ഇനി ഇവൻ ഞായറാഴ്ച വരുന്നത് എങ്ങനെ? വെറുതെ നമ്മളുണ്ടേ പാട്ടുപുസ്തകം ഉണ്ടേ ബൈബിളില്ല, ബൈബിളുണ്ടേ പാട്ടുപുസ്തകം ഇല്ല. ഇതങ്ങനല്ല. അവൻ വരുന്ന ആദ്യമേ ടെമ്പോ ഒന്നിക്കും,
മത്തങ്ങ, ചുറ്റുള്ളി, ചതകുപ്പ. എൻ്റെ ദൈവമേ, ഒന്ന് ഓർത്ത് നോക്കിയേ. 50 എണ്ണം ഉണ്ടെങ്കിൽ RCC വരെ ഫുഡ് കൊടുക്കാം. എന്ത് നല്ലതാണ്. ഞാനത് 50 എണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തായി അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ധനവാൻ. ഇപ്പം ചിലർ ചിന്തിക്കും, കൊള്ളാമല്ലോ പാസ്റ്റർ ആ പ്രാർത്ഥന. പ്രാർത്ഥിച്ചു. അടുത്തത് ധനവാൻ. എനിക്ക് ധനവാനെ ഇഷ്ടപ്പെടാൻ കാര്യം 2 കാരണം കൊണ്ടാണ് എനിക്കിഷ്ടം. ഒന്നാമത്തെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ധനം ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാനൊരു മനസ്സ് വേണം. നമ്മുടെ ഇടയിലും ധനവാന്മാരുണ്ട്, കൊടുക്കുകയല്ല. പക്ഷേ ഈ ധനവാൻ കൊടുക്കാൻ മനസ്സുള്ളവനാണ്. എങ്ങനെ കൊടുക്കാൻ മനസ്സെന്നറിയാമോ? ഈ ധനവാൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ പടിപ്പുരയ്ക്കൽ പോറ്റുക. ആരെയെന്നറിയാമോ? ഈ വ്രണം ബാധിച്ച ലാസറിനെയും അവൻ്റെ ശുശ്രൂഷക്കാരെയും, ജിക്കു, ജാക്കി, കൈസർ, ടോമി, ടിപ്പു, ഇത്ര എണ്ണത്തെയും കൂടെ പടിപ്പുരയ്ക്ക് പോറ്റുക. വ്രണം ബാധിച്ച് നാറ്റം വമിക്കുന്ന മാംസപിണ്ഡമായിട്ട് കിടക്കുക. ഈവൻ എല്ലാ ദിവസവും ദുർഗന്ധം വമിച്ച് അവിടെ കിടക്കുന്നത്. നീ കാറ്റടിക്കുമ്പം ഈ ലാസറിൻ്റെ വ്രണത്തിൽ നിന്നുള്ള ദുർഗന്ധം വീട് മൊത്തം അടിച്ചു കയറുമ്പോഴും അവിടുന്ന് എടുത്തു കളഞ്ഞില്ല. ആയുസ് മൊത്തവും ഈ വ്രണം ബാധിച്ചവനെ പടിപ്പുരയ്ക്കൽ കിടത്തി പോറ്റിയ ധനവാൻ്റെ സോഷ്യൽ വർക്ക് കണ്ടോ? നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്നാൽ കൊടുക്കും, 2 ദിവസം വന്നാലും കൊടുക്കും, 3 ആകുമ്പോൾ നമ്മൾ ചോദിക്കും ഇവിടെയുള്ളോ, 4 ആയാൽ പറയും അപ്പുറത്തൂടെ ചെല്ലേ. അടുത്ത വീണ്ടും അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ പഞ്ചായത്ത് വിളിച്ചു പറയും, പഞ്ചായത്തുകാരി വന്ന് അവനെയും കൊണ്ടുപോകും. ഇതാ നമ്മുടെ സോഷ്യൽ വർക്ക്. ആണ്ടിലൊരിക്കൽ നമ്മളെങ്ങാനും വന്ന വല്ല ബർത്ത്ഡേക്ക് വല്ലതും ഓൾഡ് ഏജ് ഹോമിൽ ചെയ്യാൻ, അത് ഫേസ്ബുക്കിൽ മൊത്തവും അതിൻ്റെ പടമായിരിക്കും. ഇവിടെ അതാണ് നമ്മുടെ സോഷ്യൽ വർക്ക്. പക്ഷേ ഇവിടെ ഈ ധനവാനെ ഒന്ന് നോക്കിക്കേ. തൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നവനെ ആയുസ് മൊത്തം പോറ്റാൻ മനസ്സ് കാണിച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ ധനത്തിൻ്റെ മഹിമ എന്താണെന്നറിയാമോ? അവൻ അപ്പം നുറുക്ക് എന്നൊരു വാക്ക് ഉപയോഗിക്കും. അപ്പം നുറുക്ക് ഭക്ഷിച്ചു, ആഗ്രഹിച്ചു എന്ന. ഈ അപ്പം നുറുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പം മേശയിൽ വീഴുന്ന നുറുക്കല്ല, നമ്മുടെ ടിഷ്യൂ സംസ്കാരം പോലെ സംസ്കാരമാണ്. മേശമേൽ ഈ എണ്ണ ചേർക്കാതെ ചപ്പാത്തി പോലെ ചൂട്ട അടുക്കി വെച്ചിരിക്കും. ഇതിലാ തുടയ്ക്കുന്ന കയ്യ്. ഇതെല്ലാം കൂടെ വാരി പിന്നീട് ഇത് ഉപയോഗിക്കുകയല്ല. അന്നത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഈ ലാസറിനെ ഇത്രയ്ക്ക് പോറ്റിയ ഈ മനുഷ്യനെ എനിക്കങ്ങ് ഇഷ്ടമാണ്. അതല്ലേ ഇത്രയും നല്ല സോഷ്യൽ വർക്ക്. ഇത്രയും നല്ല സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പം വെള്ളം കിട്ടിയില്ലെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഒന്ന് ഓർത്തോണം, ഇതാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ യാതനാ സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ അബ്രഹാം പിതാവിനോടൊരു കരച്ചിലുണ്ട്. അബ്രഹാം പിതാവേ, 5 കൂടപ്പിറപ്പുകൾ അവിടെ ഉണ്ട്, അവരിങ്ങോട്ട് വരാതിരിക്കേണ്ടതിന് ആരെങ്കിലും ചെന്ന് പറയണമെന്ന്. ഇവിടെയാണ് ഞാൻ ചിന്തിച്ചത്, ആ മനുഷ്യൻ്റെ മനസ്സ് കണ്ടോ? താൻ അവിടെ കിടന്നു തീക്കകത്ത് കിടന്ന് വേദനിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൻ്റെ നൊമ്പരം, എൻ്റെ കൂടപ്പിറപ്പ് ഇങ്ങോട്ട് വരരുതെന്ന. അങ്ങനെ 5 കൂടപ്പിറപ്പിനെ ഒരുപോലെ സ്നേഹിക്കുന്ന ഈ മനുഷ്യൻ യാതന അനുഭവിക്കുമ്പോഴും ഇത്രയും സ്നേഹമായിരുന്നെങ്കിൽ ജീവിച്ചിരുന്നപ്പോഴത്തെ സ്നേഹം എത്ര വലുതാ. നമ്മളെങ്ങാണോ അവിടെ കിടക്കുന്നെങ്കിൽ പറയാം, അബ്രഹാം പിതാവേ അങ്ങോട്ട് ആരും അങ്ങോട്ട് വിടല്ലേ, ഞാൻ തന്നെയാണ് ഇവിടെ കിടക്കുന്ന, അവനും ഇവിടെ വരണം. ഇതാ നമ്മുടെ മനസ്സിലിരിപ്പ്. പക്ഷേ ഈ മനുഷ്യനെ കണ്ടിട്ട് എനിക്കങ്ങ് ഇഷ്ടം തോന്നി. ഇനി ഞാൻ പറയട്ടെ, ഇത്ര നല്ല മനുഷ്യൻ, ഇത്രയും നല്ല മനുഷ്യനായ ധനവാനെ അങ്ങോട്ട് എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. എന്താണെന്നറിയാമോ? അങ്ങൊരു മണ്ടനായിപ്പോയി. എന്താ മണ്ടത്തരമെന്നറിയാമോ? നീ ജീവിച്ചിരുന്നപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ട ആ ലാസറിനെ. ഏത് കാര്യത്തിലെ കൊടുത്തു നീ അവനെ ശ്രദ്ധിച്ചു, പക്ഷേ അവൻ്റെ ഭക്തിയെ നീ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. നീ അവനെ ശുശ്രൂഷിച്ചത് ശരിയാ, അവന് നീ വേണ്ട കെയർ കൊടുത്തത് ശരിയാ, പക്ഷേ അതല്ല വലുത്. അവൻ്റെ ഭക്തി നീ ഒന്ന് മാതൃകയാക്കിയിരുന്നെങ്കിൽ നിന്റെ ഈ സ്ഥിതിയൊന്നും മാറില്ലായിരുന്നു. 2 പേരും മരിച്ചെന്ന് പറയുമ്പോൾ ധനവാന്റെ മരണം തന്നെ കെങ്കേമമായിരുന്നു. ആ മരണമെന്ന് പറഞ്ഞാൽ മരണമൊക്കെ കഴിഞ്ഞപ്പം തന്നെ നാട്ടുകാർ അവിടെ പോസ്റ്റർ ഒട്ടിച്ചു, നിദ്ര കൊണ്ടു, കാലം ചെയ്തു, ദിവംഗതനായി, വിട കൊണ്ടു, വിട പറഞ്ഞു, പിന്നെ നിത്യതയിൽ നിദ്ര കൊണ്ടു. അങ്ങനെ പലയിടത്ത് പല പോസ്റ്റർ.
എല്ലാ സോഷ്യൽ മീഡിയയിലും RIP. നേരെ അദ്ദേഹത്തെ ഉണക്കം വെച്ചു. അപ്പോഴേക്കും നാടുനീള ഒരുക്കപ്പെടുന്ന ഒരു പന്തലും വലിയ ഘോഷയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളും ഗായക സംഘങ്ങളും ഒക്കെ റെഡിയായി. പൊതുദർശനത്തിൻ്റെ ക്രമീകരണം, അവിടെ പൊതുദർശനം. അത് കഴിഞ്ഞിട്ട് അടക്ക ശുശ്രൂഷ എന്ന് പറയുമ്പം തന്നെ കെങ്കേമമാണ്. സാംസ്കാരിക നേതാക്കന്മാർ, മത നേതാക്കന്മാർ, മതാധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കലാമേഖലയിലുള്ളവർ, അങ്ങനെ സാമുദായിക മേഖലയിലെ ഔന്നിത്യത്തിൽ നിൽക്കുന്ന നിരവധി പ്രമുഖരായ ആളുകൾ അവരെല്ലാം വന്നു. എല്ലാവരും ആദരാഞ്ജലികളൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോവുക. പോകുന്ന പോക്കിലോ ഇനി ചെന്ന് അടക്കിയ സ്ഥലം കൂടെ ഒന്ന് കാണണം. ലാൻഡ്സ്കേപ്പ് ചെയ്ത് കറുത്ത മാർബിൾ ഫലകത്തിൽ എഴുതി നിദ്ര കൊണ്ടു ധനവാൻ. എന്നിട്ട് അതിൻ്റെ ചുറ്റും വെള്ളാരം കല്ലൊക്കെ പതിപ്പിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ച കല്ലറ കണ്ട കയറി കിടക്കാൻ തോന്നും. അമ്മാതിരി. അതൊക്കെ അടക്കമൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇത് പറയുന്നുണ്ട്, ഇതാ കല്ലറ, നമ്മുടെ കാണണം. റബ്ബർ തോട്ടത്തിന് നടുക്ക്, വഴിയുമില്ല, വെള്ളവുമില്ല, അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ ഇത് നല്ല രസമല്ലേ, കാണാൻ നല്ലതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പം അവിടെ എല്ലാവരും കൂടി പറയുന്നു, എന്തോ നല്ല പൊതിയായിരുന്നു. പൊതി അത് സാധാരണ മോറിസായിരുന്നു. ഇതുണ്ട് ഏത്തക്കായും പപ്സും. ഇതാരുണ്ട്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ഫുഡ് കേറ്ററിംഗുകാരുടെ വക. എന്നിട്ട് ആരും പോകുന്നില്ല, അവിടെ ഇരിക്കുക. അപ്പോഴേക്ക് ഈ 5 കൂടപ്പുറപ്പുകൾ എല്ലാവരും പോയി കണ്ടിങ്ങനെ സംസാരിക്കുക. അപ്പം ചോദിച്ചു, ഇനി അടുത്ത എന്തുവാ? അപ്പോൾ ചിലർ പറഞ്ഞു, നമുക്ക് എല്ലാം നന്നായിരുന്നു, എന്തൊരിതായിരുന്നു. അപ്പം വേറെ കുറച്ച് പേര് പറഞ്ഞു, എല്ലാം ഇങ്ങനെ വേണമായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റേ ലീഡ് ചെയ്ത പാസ്റ്റർ മാത്രമാണ് കുളവാക്കിയത്. പുള്ളി മാത്രം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഓരോ മിനിറ്റ് എടുക്കാവൂ. എല്ലാവരോടും ഞാൻ പറയുന്നു, 1 മിനിറ്റ് കൂടുതൽ. ഇത് തന്നെ 1.5 മണിക്കൂർ പറയുക. അത് മാത്രം സാരില്ല, അത് പരിജ്ഞാനക്കേട്, അത് മാറും. എന്നിട്ട് പറഞ്ഞു അടുത്ത എന്തോ? അവർ പറഞ്ഞു, നമുക്ക് 7 നടത്തണ്ടേ? 7 നടത്താം. അപ്പം വേറെ പറഞ്ഞു 16 അച്ചായന് വേണ്ടിയല്ലേ, 16 നടത്താം. വേറെ ആൾ പറഞ്ഞു, ഇത് 41 ഉണ്ടെന്ന് പറഞ്ഞു. 41 ആയിക്കോട്ടെ. അടുത്ത ആൾ പറഞ്ഞു, ഇതിൽ കൂടുതൽ 50 ഇത്ര ആണ്ടോ എന്താന്ന് വെച്ചാൽ ചെയ്യും. കാരണം അച്ചായനെ എങ്ങനെയായാലും കയറ്റിവിടണം. കാരണം ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ച അച്ചായനാ. ഇത്രയും നല്ല സോഷ്യൽ വർക്ക് ചെയ്ത് ഇവിടെ ഇത് മുഴുവനും അറിയാം അച്ചായൻ്റെ സോഷ്യൽ വർക്ക്. ആര് വന്നാൽ ഈ വീട്ടിൽ നിന്ന് വെറുതെ പോയിട്ടില്ല. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ആവുന്നതിനെ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ വെറുതെ പോയിട്ടില്ല. ഈ നാട്ടിൽ ആരും വെറുതെ പോയിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ അച്ചായന് എങ്ങനെയും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അപ്പുറത്തൊരു ചെറിയ മൂളലും ഞരക്കമൊക്കെ കേട്ടു. ആരോ എന്താ അത്? ചെന്ന് നോക്കിയപ്പം ലാസ്റ്റ് അങ്ങ് പോയി. അപ്പോൾ ആരോ എന്ന് പറഞ്ഞു, അത് മറ്റേ നായ്ക്കളെല്ലാം കൂടെ എന്താ പറ്റി? അവൻ പോയി, ചത്തുപോയി. അവനെ പോയോ? ആ പാവമായിരുന്നേ, ആരും ഇല്ലായിരുന്നു, ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയതാന്നേ. പിന്നെ അച്ചായനവന് നോക്കിയത്, അച്ചായൻ്റെ കരുണമുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ലാത്ത പിന്നെന്തോ ഇത് പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ വണ്ടി വന്നു, പഴംപായ്ക്കത്തോട്ട് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുമ്പോഴും അവിടെ ഇരുന്ന ആളുകൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടില്ലേ, കണ്ടോ? ആരുമില്ല ഇങ്ങനെ കണ്ടോ? മറ്റേ എന്തൊരു അടക്കമായിരുന്നു, ഇതൊക്കെ കണ്ടോ? ഇതാ ഇവൻ്റെയൊക്കെ അവസ്ഥ. പോകുന്നുണ്ടോ? അതിനൊക്കെ കഷ്ടം. ഇനിയിപ്പോൾ ആ പഞ്ചായത്തിൻ്റെ അവിടെ കണ്ടാ കൊണ്ടിടുന്നത് കഷ്ടം. ആരായത് കൊണ്ടിടുന്ന കല്ലറയിലൊന്നുമില്ല, കഷ്ടം. അങ്ങനെ അടക്കവും കഴിഞ്ഞു. അങ്ങനെ 2 പേരുടെ അടക്കമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ കർത്താവ് പറയുക, തീർന്നില്ല. ഈ 2 പേരുടെ അടക്കം കഴിഞ്ഞ് 2 ഇടത്ത് ഇവർ പ്രസൻ്റ് ആയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുമ്പോൾ ധനവാൻ യാതന സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുന്നു. ധനവാൻ മേലോട്ട് നോക്കി. അർത്ഥമെന്താ? ധനവാൻ താഴെ കിടക്കുമ്പോൾ മേളിൽ ലാസറിനെ കണ്ടെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരിരിക്കുന്നതിൻ്റെ അടിത്തട്ടിൽ ഒരിടമുണ്ട്, യാതന സ്ഥലം. സ്തോത്രം. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് മേളോട്ട് നോക്കി. അബ്രഹാമിൻ്റെ മടി. ഈ അബ്രഹാമിൻ്റെ മടി എന്നൊക്കെ പറയുമ്പം ശരിക്കും ഈ പാതാളത്തിൻ്റെ പേര് മാറി അബ്രഹാമിൻ്റെ മടി. ഞാനും ഇത് വായിച്ചപ്പം ചിന്തിച്ചത്, ഈ അബ്രഹാമിൻ്റെ മടി എന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്താണെന്നാ, ചെല്ലുന്നവരെ എല്ലാം മടി പിടിച്ചിരുത്തുക. അബ്രഹാം ഇസ്ഹാക്കിനെ ഇരുത്തി, യാക്കോബിനെ ഇരുത്തി, യോസഫിനെ ഇരുത്തി. ഞാൻ പിന്നെ എല്ലാവരും ഇരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇതെന്തൊരു മടിയാടാ. പിന്നെ പിടികിട്ടിയത് ഇതല്ല,
ചെറു സ്ഥലം. ഈ വിശ്രമ സ്ഥലത്തിൻ്റെ പേര് അബ്രഹാമിൻ്റെ മടി. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഈ പേര് വേണ്ടായിരുന്നു, ബേർഷേബെന്നോ ശാലേമെന്നോ പിന്നെ വല്ല പേരൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പഞ്ചുണ്ടായിരുന്നു. രഹബോത്ത് ദൈവം ഉണ്ടാക്കി, ഇതെന്തിനാ ഇട്ട, അല്ലെ ഗിൽഗാലോ ഒക്കെ ഇട്ടാൽ പോരായിരുന്നു. തമ്പുരാൻ പറഞ്ഞത്, പൊന്നുമോനെ ഇതിനെ ഇടാൻ ഇതിൽ കുറഞ്ഞ പേരില്ല. കാരണം എന്താണെന്നറിയാമോ? കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇവൻ ഇറങ്ങുമ്പോൾ, ഈ അബ്രഹാം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവനോട് ഞാൻ പറഞ്ഞു ദേശവും പിതൃഭവനവും ചാർച്ചക്കാരെയും വിടാൻ പറഞ്ഞതാ. അവൻ വിട്ടിറങ്ങാൻ പറയുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ 3 കാര്യം വിട്ടാൽ മതി, ഞാൻ 7 അനുഗ്രഹം തരാം. 3 എണ്ണം വിടാം, നിൻ്റെ പിതൃഭവനം, ദേശം, ചാർച്ചക്കാരെ. വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പച്ചാ ഞാൻ ഇറങ്ങുക കേട്ടോ. എങ്ങോട്ടാടാ? അറിയത്തില്ല. എങ്ങോട്ടാ? എനിക്ക് കാണിപ്പാനിരിക്കുന്നതാ. എങ്ങനെയാ ഞാൻ വരണ്ടേ? വേണ്ട. അതെന്താ? നിങ്ങൾ വേണ്ട. പിന്നെ ഇവിടുന്ന് ആരെയും വേണം, ചർച്ചക്കാരൊന്നും വേണ്ട. അപ്പോൾ പിതൃഭവനവും വേണ്ട. എടാ നമ്മുടെ വീടാരാ? ആർച്ച് ബിഷപ്പുണ്ട്, സെൻട്രൽ പാസ്റ്ററുണ്ട്, DP ഉണ്ട്, ഓവർസിയറുണ്ട്, പ്രസിഡൻ്റുണ്ട്, പിന്നെ മുസ്ലിയാരുണ്ട്, പൂജാരിയുണ്ട്, എല്ലാം ഉള്ള വമ്പം മാത്രമാണോ നമ്മുടെ കുടുംബമാണ്? ഇവിടുത്തെ ഏറ്റവും വലിയ വിഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ട കുടുംബം വാണ്ടറിങ് അരാമ്യൻ, അലഞ്ഞു തിരിഞ്ഞ് നടന്ന അരാമ്യ കുടുംബമാണ്. അങ്ങനെ അരാമ്യ കുടുംബത്തിൻ്റെ പാരമ്പര്യം വിട്ട് പോവുകയാണോ? പോവുക എന്ന് വയ്ക്കാറും നിൻ്റെ അവസ്ഥ മോശമാകും. നിൻ്റെ കാര്യം ഗതികേടാ. നീ ഇങ്ങനെ പോയാൽ എങ്ങനെ? ഒന്നും അറിഞ്ഞുകൂടാ. ദേശം വിട്ടു, പിതൃഭവനം വിട്ടു, ചർച്ചക്കാരെ വിട്ടിറങ്ങുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, അഡ്രസ്സ് കളയുക അബ്രാമേ, നിൻ്റെ അഡ്രസ്സ് പോക്ക അബ്രാം. ഇനി നീ ഗതികെട്ട് പോത്തേ ഉള്ളൂ. നിൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താ? നിൻ്റെ തലമുറയുടെ അവസ്ഥ എന്താ? നീ ഇങ്ങനെ പോയാൽ ഇവിടെ ആകും. ചോദ്യങ്ങൾ ഒരുപാടാ. 3 കാര്യം വിട്ടിട്ടങ്ങോട്ട് ഇറങ്ങുമ്പം ഒടേ തമ്പുരാൻ കൊടുക്കുന്നത്, ഞാൻ 7 അനുഗ്രഹം തരും. അതിലൊന്നാമത്തേതിൻ്റെ പേര്, നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേര് ഞാൻ വലുതാക്കും. എന്താ അർത്ഥമെന്നറിയാമോ? നിൻ്റെ പേര് ഞാൻ വലുതാക്കും. അതിൻ്റെ അർത്ഥം അബ്രാമിൻ്റെ അഡ്രസ്സ് കളഞ്ഞ ഇറങ്ങിയ ശരിക്കും UT അബ്രാം, അല്ലെങ്കിൽ അബ്രാം UT. ഊർ ദേശത്ത് തേരഹിൻ്റെ മകൻ അബ്രാം, അങ്ങനെയാണ് ശരിക്കും. അപ്പോൾ ആധാറിൽ വരേണ്ടത് UT അബ്രാം, അല്ലെങ്കിൽ അബ്രാം UT. ഈ UT കട്ട് ചെയ്തു. ഈ UT കട്ട് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞ അഡ്രസ്സ് പോയെന്ന്. പക്ഷെ സ്വർഗം പറയുക, അബ്രാം നിനക്ക് ഞാനൊരു ഇനിഷ്യൽ തരിക, നീ അബ്രാം അല്ല, അബ്രഹാം. ഇനി ഞാൻ എൻ്റെ പേര് മാറ്റാൻ പോവുക. ഞാൻ യാഹുവേ എന്നല്ല ഇനി അറിയുന്നത്, അബ്രഹാമിൻ്റെ ദൈവം. തീരുന്നില്ല. ഇനി സന്തതി അബ്രഹാമിൻ്റെ സന്തതി, വാഗ്ദത്തം അബ്രഹാമിൻ്റെ വാഗ്ദത്തം, അവകാശം അബ്രഹാമിൻ്റെ അവകാശം, അനുഗ്രഹം അബ്രഹാമിൻ്റെ അനുഗ്രഹം, തലമുറ അബ്രഹാമിൻ്റെ തലമുറ. വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നന്മകളുമെല്ലാം അബ്രഹാമിൻ്റെ പേരിലേക്ക് ചേർത്തിട്ട് സ്വർഗം പറയുക, നിന്നെ ആരും മറന്നാലും മറക്കാത്ത ഞാൻ നിൻ്റെ പേര് വലുതാക്കും. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന ആത്മീയരോട് പറയുന്നത്, യേശുവിനെ കണ്ടതിൻ്റെ പേരിൽ വീട് വിട്ടതും നാട് വിട്ടതും ബന്ധങ്ങൾ വിട്ടതിൻ്റെ പേരിൽ നിന്നുകെട്ട് ഞരങ്ങി ഒതുങ്ങിപ്പോകണ്ട. നീ വിട്ടത് ആർക്കു വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാ. പക്ഷേ കർത്താവ് പറയുന്നത് അത് നഷ്ടമല്ല. നിന്നെ വികൃത്യമായി അളന്ന് തൂക്കി നിന്നെ മാനിക്കുന്നൊരു വേദിയുണ്ട്. നിന്നെ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയതിന് പകരം നിന്റെ പേര് ഞാൻ പ്രസിദ്ധമാക്കുന്ന നാളുണ്ട്. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ, യേശുവിനെ കണ്ടതിൻ്റെ പേരിൽ ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും ഇന്ന് രാത്രി കർത്താവ് പറയുന്നത്, ഒതുക്കാൻ പറ്റാതെ വണ്ണം നിന്റെ പേര് ഞാൻ വലുതാക്കും. പ്രൈസ് ദി ലോർഡ്. ഒടേ തമ്പുരാന്റെ അനുഗ്രഹത്തിൻ്റെ ഭാണ്ഡം തുറന്നു, പേരങ്ങോട്ട് വലുതാക്കി വന്നു. ദാ കിടക്കുന്നു അബ്രഹാമിൻ്റെ മടി. തമ്പുരാൻ പറയാ, അബ്രഹാമിൻ്റെ മടി എന്നുള്ളത് അവിടെ ഈ യാതനാ സ്ഥലത്തിന് അബ്രഹാമിൻ്റെ മടി എന്ന പേരിടാനുള്ള പ്രധാന കാരണം ഇതാ. അബ്രഹാമിനെ ദൈവം ഇത്രയ്ക്ക് മാനിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത ഇത്ര വലുതാണെങ്കിൽ അതിന്ന് രാത്രി നമ്മുടെ മേലും വെളിപ്പെടും കേട്ടോ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ. യാതനാ സ്ഥലവും അബ്രഹാമിൻ്റെ മടിയും. അബ്രഹാമിൻ്റെ മടിയിലേക്ക് ലാസറെത്തി, യാതന സ്ഥലത്തേക്ക് ധനവാനും എത്തി. 2 ഇടം, മരണാനന്തരം 2 ഇടം. ശ്രദ്ധിച്ചോണേ, മരണം കൊണ്ട് തീരുമെന്ന് കരുതരുത്.
മരണം കൊണ്ട് തീരുമെന്ന് ചിന്തിക്കേണ്ട മരണാനന്തരം അവസ്ഥയുണ്ട്. ഈ ലോകം മുഴുവനും പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കുമെന്നാണ്. പലരും അതുകൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് മരണം കൊണ്ട് തീരും. പക്ഷേ ഇന്ന് രാത്രി അറിയണം, മരണം കൊണ്ട് അവസാനിക്കത്തില്ല. മരണം എന്തിലേക്കോ ഉള്ളൊരു പ്രവേശനമാണ്. ഇതിന് തെളിവുകൾ നിരവധിയാണ്. മരണം കൊണ്ട് തീരുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വിചാരിച്ചു മരണമാണ് അവസാനം. എന്നാൽ ഇന്ന് നമുക്കറിയാം മരണത്തിനപ്പുറം ചിലതുണ്ട്. ഈ ലോകം 3 തരത്തിൽ മരണത്തെക്കുറിച്ച് വീക്ഷണമുണ്ട്. ചാർവാക മതത്തിൻ്റെ പഠിപ്പിക്കൽ യാ ജീവം സുഖം ജീവൻ നാസ്തി മർത്യോരഗോചര ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. മരണം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് പറയുന്നൊരു കൂട്ടം. മറ്റൊരു കൂട്ടം പറയുന്നത് ശ്രീ ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നത് പുനരഭിജനനം പുനരഭിജടരേ ജഡരേ ശയനം. ജനനമൃതികളുടെ അനന്തമായ ആവർത്തനം. മനുഷ്യൻ ഇരുകാലി നാൽക്കാലിയായി പിറക്കുകയാണ്. എന്നാൽ അതല്ല ബൈബിളിൻ്റെ പ്രഖ്യാപനം. മരണാനന്തരം അനസ്റ്റാസിസ്, വീണ്ടും എഴുന്നേൽപ്പിക്കൽ, ശവം മാന്തിയെടുക്കൽ, ശവക്കുഴി തുറക്കൽ എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ഭാഷയെങ്കിൽ മരണം കൊണ്ട് തീരുന്നതല്ല ജീവിതമെന്ന് മനസ്സിലാക്കണം. ഇതിന് ജസ്റ്റിസ് കൃഷ്ണയ്യർ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആള്, ബഹുമാന്യനായ മനുഷ്യൻ തൻ്റെ പ്രിയതമയുടെ മരണശേഷം മരണത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ പ്രിയതമയുടെ മരണശേഷമാണ് ഞാൻ മരണത്തെ അറിഞ്ഞത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മരണം അവസാനമല്ല, മറ്റെന്തിലേക്കോ ഉള്ള പ്രവേശന കവാടം മാത്രമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, മരണം കൊണ്ട് തീരുന്നതല്ല. ഇനി നിരവധി ആത്മീയർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം മരണത്തെക്കുറിച്ച്. ഇന്ന് രാത്രി ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോകപ്രസിദ്ധ സുവിശേഷകനാണ് സ്മിത്ത് വിഗിൾസ്വർത്ത്. അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിക്കുന്ന കരുത്തനായ ദൈവമനുഷ്യനാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് സിസ്റ്റർ പോളി. ആ സഹോദരി ഒരു പ്രസംഗവേദിയിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തോട് വളരെ അടുത്തു, സ്വർഗത്തോട് ഞാൻ വളരെ അടുത്തു. അത് പറയുമ്പോൾ എല്ലാവരും തന്നെ നിരാശപ്പെടുത്തി. പക്ഷേ എന്തു ചെയ്യാം, ആ സഹോദരി മരിച്ചുടനെ തന്നെ സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന കരുത്തനായ ദൈവമനുഷ്യൻ തൻ്റെ മേലുള്ള കൃപാവരം ഉപയോഗിച്ചു. യേശുവിൻ നാമത്തിൽ സിസ്റ്റർ പോളി എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ സഹോദരി എഴുന്നേറ്റിട്ട് ചാടി എഴുന്നേറ്റ് പാസ്റ്റർ സ്മിത്തിനെ വഴക്കു പറയുക. സ്മിത്ത്, നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിച്ചു വരുമ്പോഴായിരുന്നല്ലോ നീ എന്നെ തിരിച്ചു വിളിച്ചത്. എന്നെ പറഞ്ഞു വിടണം. താൻ ഉടൻ തന്നെ തിരിച്ചു പ്രാർത്ഥിച്ചു. സിസ്റ്റർ പോളി മരിച്ചു വീണു. ഇത് ഊഹം പറയുകയല്ല, ഗൂഗിൾ ചെയ്താൽ മതി. വീണ്ടും തെളിവുകൾ നിരവധിയുണ്ട് ഈ തലമുറയിൽ തന്നെ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിലെ പാസ്റ്റർ ഫിന്നി സാമുവൽ WMEയുടെ കൺവെൻഷൻ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. പാസ്റ്റർ ഫിന്നി സാമുവൽ, ന്യൂയോർക്ക്, എൻ്റെ ആത്മമിത്രമാണ്. ആ ദൈവമനുഷ്യൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. തൻ്റെ പിതാവ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണ് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. ആ പിതാവ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു ഫിലിപ്പ് അവിടെ ഉള്ള സമയത്ത് ഈ അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്റർ ബിനു ഒന്ന് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുകയാണ് പാസ്റ്റർ ഫിന്നിയും അപ്പച്ചനും ഈ പാസ്റ്റർ ബിനു. പാസ്റ്റർ ബിനു പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്ന് ചോദിച്ചു. ആട്ടെ, എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അത് പറഞ്ഞു, അപ്പച്ചൻ്റെ സൗഖ്യത്തിന്. വഴക്ക് പറഞ്ഞു, എന്താ പറയുന്നത്? ഞാൻ അതിനല്ല ഉപദേശിച്ച് വിളിപ്പിച്ചത്. ദൂതന്മാരിറങ്ങി വരുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. എനിക്കിവിടുന്ന് സന്തോഷത്തോടെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത ദിവസം പ്രഭാതത്തിൽ അഭിഷിക്തനെ വിളിച്ച് അരികത്തിരുത്തിയിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കട മോനെ എന്ന് പറഞ്ഞിട്ട് ആ മടിയിലൊട്ട് കിടന്ന് ഉറങ്ങിപ്പോയി എങ്കിൽ ഒന്നോർക്ക്, കരുത്തരായ അഭിഷിക്തന്മാര് കൃത്യമായി തരുന്നൊരു വെളിപ്പാടുണ്ട്. മരണം അവസാനമല്ല. TPM സഭയുടെ ഉണർവിൽ പ്രയോജനപ്പെട്ട ദൈവമനുഷ്യനാണ് പാസ്റ്റർ PP മാത്യുവും PP എബ്രഹാം. തൻ്റെ PP എബ്രഹാം ക്യാൻസർ രോഗബാധിതനായി കാർത്തികപ്പള്ളി ഹരിപ്പാട് കിടക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി കർത്തദാസൻ PP മാത്യു സൈക്കിൾ ചവിട്ടി ചെല്ലുമ്പോൾ മുറിക്കകത്ത് ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. ആ കൂടി നിൽക്കുന്ന ജലത്തിൻ്റെ നടുവിൽ ആ PP മാത്യു എന്ന ദൈവമനുഷ്യൻ തൻ്റെ ജ്യേഷ്ഠനോട് അവിടെ വെച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അച്ചായ ഭിത്തി സൈഡിൽ കിടക്കാതെ ഇങ്ങോട്ടൊന്ന് നീക്കി കിടത്തട്ടെ ഞങ്ങൾ. പെട്ടെന്ന് തൻ്റെ അനുജൻ്റെ നേരെ PP എബ്രഹാം എന്ന ദൈവമനുഷ്യൻ ക്യാൻസർ ബാധിച്ച് മരിക്കാൻ കിടക്കുക. ആ ദൈവമനുഷ്യൻ ദേഷ്യപ്പെട്ടു, നിനക്ക് കാണാൻ വയ്യടാ, ദൂതന്മാരിറങ്ങി നിൽക്കുന്നത്, അവർക്കിരിക്കാൻ സ്ഥലം വേണ്ടേ?
ഇത് പറഞ്ഞിട്ട് പുഞ്ചിരിച്ച മുഖത്തോടെ കണ്ണടച്ചു. അന്ന് ആ ദൈവമനുഷ്യൻ അടക്കത്തിന് വേണ്ടി ബോഡി കൊണ്ടുപോകുമ്പോൾ വെള്ളപ്പേപ്പറിലോട്ട് എഴുതി വെക്കുക, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ എന്ന്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളുള്ളപ്പോൾ ഇന്ന് രാത്രി ശബ്ദപരിധി ശ്രമിക്കുന്ന മിത്രങ്ങളൊന്നറിയണം, മരണം അവസാനമല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇന്ന് രാത്രി യേശു ക്രിസ്തു പറയുന്നു, മരണാനന്തരം രണ്ടവസ്ഥയുണ്ട്, സ്വർഗവും നരകവുമാണ്. എല്ലാ മനുഷ്യനും മരണാനന്തരം രണ്ടവസ്ഥയുണ്ട്. എന്താണ് സ്വർഗവും നരകവും? മരണാനന്തരമുള്ള രണ്ട് നിത്യമായ വാസസ്ഥലമാണ്. നരകമെന്ന് പറഞ്ഞാൽ നിത്യവേദനയുടെ സ്ഥലം, നിത്യദണ്ഡന സ്ഥലം, ചാകാത്ത പുഴു, കെടാത്ത തീ, കൃമി, പുഴുക്കളുള്ള സ്ഥലമാണ്. ചിലർ പറയുന്നത് സങ്കല്പമാണ്. ചില താത്വികന്മാരുണ്ട്, ചുമ്മാ അതിലെ നാട് കണ്ടെന്നറിയാം, നാട് മാത്രം കണ്ടിട്ട് വന്നിട്ടിരുന്ന് പറയുക ഇതൊക്കെ ഓരോ തട്ടിപ്പാണ്, സങ്കല്പമാണ്. അല്ല സാറേ, സങ്കല്പമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം കണ്ടവരുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഓക്കെ, സാർ ഈ നെപ്റ്റ്യൂൺ കണ്ടോ? ഇല്ല. യുറാനസ് കണ്ടോ? ഇല്ല. ഈ ശുക്രനെ കണ്ടോ? ഇല്ല. ഈ സൗരയൂഥം മുഴുവൻ കണ്ടോ? ഇല്ല. പിന്നെ കോടാകോടി ഗോളമുണ്ടെന്നുള്ളത് വല്ലതും കണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ വിശ്വസിക്കുന്നത്? അങ്ങ് വിശ്വസിക്കുക. മാനത്തോട്ട് നോക്കി നാസ പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങ് വിശ്വസിക്കുക. ഇങ്ങനെ അങ്ങ് കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുന്ന രണ്ട് ഗോളമായിട്ട് വിശ്വസിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങ് വിശ്വസിച്ചേര്. ഇനി അടുത്ത കാര്യമാണ്, സങ്കല്പമല്ല എന്ന് പറയുമ്പോൾ തന്നെ വേറെ ചിലർ പറയുന്നത് ഇതല്ല ഇവിടാണ്. ചിലരിന്ന് പറയുന്നത് സ്വർഗമൊക്കെ ഇവിടെ, നരകവും ഇവിടെ. ഇതാണോ സ്വർഗം? കൊട്ടേഷനും കൂലിത്തല്ലും പെൺപാണിയും ഉള്ളതാണോ സ്വർഗം? ഇത് സ്വർഗമൊന്നുമല്ല. ഇത് പത്തനാടും മുണ്ടത്താനും ഒക്കെ ഉൾപ്പെടുന്ന കോട്ടയം ജില്ല. വേറെ ചിലർ ഇത് നരകമാണെന്നും പറഞ്ഞിരിക്കുക. അയ്യോ സഹോദരങ്ങൾ, ഇത് നരകമല്ല. നരകത്തിൽ മഴയില്ല, നരകത്തിൽ കൺവെൻഷനില്ല, നരകത്തിൽ ഉപവാസ പ്രാർത്ഥനയില്ല, നരകത്തിൽ ഞങ്ങളില്ല. അതുകൊണ്ട് ഇത് നരകമല്ല. അപ്പോൾ ഇത് സ്വർഗവും നരകവും അല്ല, ഇത് ഭൂമിയാണ്. അപ്പോൾ ഈ സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണെന്ന് എങ്ങനെ അറിയാം? അറിയാം, കാരണം ഉണ്ടാക്കിയ ആളായി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയ നിത്യാഗ്നി നരകം ഉണ്ടാക്കി. യേശു പറഞ്ഞു നരകമുണ്ട്. ഉണ്ടാക്കിയ ആൾ പറഞ്ഞു അവിടെ എന്തുണ്ട്? നരകത്തിൽ കരച്ചിലുണ്ട്, നരകത്തിൽ പല്ലുകടിയുണ്ട്, നരകത്തിൽ ഇരുട്ടുണ്ട്, നരകത്തിൽ പുഴുവുണ്ട്, നരകത്തിൽ കെടാത്ത തീയുണ്ട്, നരകത്തിൽ കൃമിയുണ്ട്. ഇത്രയും പോരെ? ഇനി ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നീ പോയി നോക്ക്. യേശു പറഞ്ഞുണ്ട്. ഇനി അടുത്തത് സ്വർഗമുണ്ട്. എന്തുകൊണ്ട്? യോഹന്നാൻ 3:13 സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി യേശുവല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏകൻ മാത്രം യേശു മാത്രമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഞാൻ മാത്രമേ വന്നുള്ളൂ, ഞാൻ മാത്രമേ പോയുള്ളൂ, ഞാൻ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനല്ലാതെ സ്വർഗത്തിലേക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശു സ്വർഗമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. പോകാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് പറയാം, 2-3 മിനിറ്റ് ഉണ്ട്. ചിലർ ഇത്രയും പറഞ്ഞപ്പോൾ ചിന്തിക്കുക, പക്ഷെ പോകാൻ എന്ത് ചെയ്യണം? പുണ്യം മതിയോ? പുണ്യം കൊണ്ടൊന്നും പോക്ക് നടക്കുകയില്ല. അതിൻ്റെ കാര്യം എന്താ? ഏറ്റവും വലിയ പുണ്യം ചെയ്ത ആളാണ് ഈ ധനവാൻ. അദ്ദേഹം ചെയ്ത പുണ്യം പോലും നമ്മൾ ചെയ്തില്ല. ആയുസ് മൊത്തം ഒരു വ്രണം ബാധിച്ചവനെ പോറ്റിയിട്ട് അവൻ വേറൊന്നും ചോദിച്ചില്ല. ഇത്തിരി വെള്ളം തരാമോ? വെള്ളം കൊടുത്തില്ല, പിന്നാട്ട കയറ്റുന്നത്. അതുകൊണ്ട് പുണ്യം കൊണ്ട് പോകാമെന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഇവിടെ വല്ലതും കിട്ടും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്ന കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ദൂതൻ വന്ന് പറയുക, കൊർന്നല്യോസേ നിൻ്റെ ഭക്തി എത്തി സ്വർഗത്തിൽ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ കിടിലം ഭക്തിയാണ്. എന്താണെന്നറിയും, ഈ കൊർന്നല്യോസിൻ്റെ ഒക്കെ ഭക്തി എന്ന് പറഞ്ഞ ഭക്തി എവിടെ ചെന്നാലും പ്രാർത്ഥിക്കും. എവിടെ ചെന്നാലും, ഇനി അവിടെ ചെന്നാലും പ്രാർത്ഥിക്കും, ഇവിടെയും എഴുതി എത്തിക്കുക, അവിടെയും ചെന്ന് എല്ലാം നേർച്ച കിട്ട് നല്ല ഭക്തിയാണ്. മുട്ടയിലൊക്കെ നിന്നാൽ നിപ്പ് കാണണം, ഉരുളുകയാണെങ്കിൽ അതോ ഉരുളിച്ച് ഭയങ്കര ഭക്തിയാണ്. അല്ലാതെ കണ്ണും മടുപ്പിച്ചിരിക്കുമെന്നല്ല, നല്ല ഭക്തിയാണ്, ഭയങ്കര ബഹുമാനം. ചെരുപ്പൊന്നും ഇടത്തില്ല, അയ്യോ എത്ര വ്രതമൊക്കെ എടുത്താൽ ഭയങ്കര, നോമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതാ ഭക്തി, നല്ല ഭക്തിയാണ് കൊർന്നല്യോസിൻ്റെ ഭക്തി. 2 ധർമ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കര ധർമ്മം. ആരെ കണ്ടാലും പൈസ കൊടുക്കും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, ഓർഫനേജിൽ കൊണ്ടുപോകും, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോകും, വഴിയോ ആരെ കണ്ട് വെറുതെ വിടത്തും. നല്ല
നല്ല ധർമ്മമാണ്. പിന്നെ പ്രാർത്ഥനയോ അതിനേക്കാൾ നല്ല പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അതാ പ്രാർത്ഥന. ഭയങ്കര പ്രാർത്ഥന. കർത്താവിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, കൊർന്നല്യോസേ, നിൻ്റെ ധർമ്മം അവിടെ എത്തി, നിൻ്റെ ഭക്തി എത്തി, പ്രാർത്ഥന എത്തി, നീ മാത്രം എത്തിയിട്ടില്ല. അതാ കാര്യം. ഇപ്പം 3 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. ഭക്തി എത്തി, പ്രാർത്ഥന എത്തി, ധർമ്മവും എത്തി, നീ മാത്രം എത്തിയില്ല. അപ്പോൾ കൊർന്നല്യോസിന് മറുപടി കൊടുത്തു, നിനക്ക് എത്തണമെങ്കിൽ തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഒരു ഉപദേശിയുണ്ട്, പുള്ളിയെ വീട്ടിൽ വിളിച്ചൊരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നീയും എത്തും. അതാ. അപ്പോൾ അങ്ങനെ ദൈവം ഇടപെട്ടതുപോലെ ഈ ബെഥെസ്ദ പ്രയർ സെൻ്ററിനോട് പറഞ്ഞു, കൊല്ലത്തെ വിളിച്ചാൽ മതി. അങ്ങേര് വന്നൊരു പ്രസംഗം പ്രസംഗിച്ചോടുകൂടി ഇവിടുത്തെ കൊർന്നല്യോസ് എല്ലാം. അപ്പോൾ ഇന്ന് രാത്രി ശബ്ദവരുതി ശ്രവിക്കുന്ന മിത്രങ്ങൾ അറിയണം, ദാനം കൊണ്ടോ ധർമ്മം കൊണ്ടോ പോകുകയല്ല. ഇന്ന് രാത്രി അതങ്ങ് ഉറപ്പിച്ചേര്. നിന്റെ ദാനത്തിനും ധർമ്മത്തിനും ഇവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അത് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല. ഇനി വേറെ ചിലർ വിചാരിച്ചിരിക്കുന്ന കർമ്മമാണെന്ന. അയ്യോ, കർമ്മം കൊണ്ടും പറ്റില്ല. അതെന്താ? കർമ്മമാണെങ്കിൽ ഈ ധനവാന്റെ 5 കൂടപ്പിറപ്പുകൾ അവിടെയുണ്ട്. അവർ നടത്തിയ ഒരു കർമ്മം കൊണ്ടും അവിടുന്ന് പോയെന്നല്ലെന്നേ, വെള്ളം കിട്ടിയില്ലല്ലോ. പോകുന്നത് പോട്ടെ, വെള്ളം മതിയല്ലോ. വെള്ളം പോലും കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ കർമ്മം കൊണ്ടും ഒന്നും നടക്കുകയല്ല. ഇനി വേറെ ചിലർ പറഞ്ഞ കർമ്മം എന്തിനാ? അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിട്ട് കഴുകി മേളോട്ട് കയറ്റും. അതായത് ലിഫ്റ്റ് ഉണ്ടെന്ന ബസ്പുർഖാന, അങ്ങനൊന്നുമില്ല, തട്ടിപ്പ. അത് അബ്രഹാം പിതാവ് പറയുകയാണ്, ധനവാനെ, ഇതിനിടയ്ക്ക് പിളർപ്പ, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വരവ് പോക്കില്ല. ഇന്ന് രാത്രി ഒരു കാര്യം അറിഞ്ഞോണേ, മരിച്ച് കഴിഞ്ഞ് കയറി പോകാമെന്ന് കരുതണ്ട. യേശു പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് എപ്പോഴാ വിശ്വാസം നടക്കേണ്ടത്? മണ്ണിൽ മരിച്ചടക്കപ്പെടും മുൻപ് യേശുവിൽ വിശ്വസിക്കണം. സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ? യാതനാ സ്ഥലത്ത് കിടന്ന് ധനവാൻ പറയുന്നൊരു വാക്കുണ്ട്, അബ്രഹാം പിതാവേ, ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെടും. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള വഴി മാനസാന്തരമാണ്. എന്താ മാനസാന്തരം? കർത്താവായ യേശു ക്രിസ്തുവിന് രക്ഷകന് നാഥനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷാനിർണയം പ്രാപിച്ച് പാപവഴി ഉപേക്ഷിച്ച് യേശുവിങ്കലേക്ക് പശ്ചാത്താപത്തോടെ തിരിയുന്ന പ്രവൃത്തി മാനസാന്തരമെങ്കിൽ ഇന്ന് രാത്രി ഉച്ചഭാഷണിയുടെ പരിധിയിൽ എന്നെ ശ്രവിക്കുന്ന മിത്രമേ ഒന്നറിയണം, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ പോകാൻ നൽകപ്പെട്ട ഏക വഴി യേശുവിന്റെ നാമമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന പാതാളത്തിലേക്ക് ലാസറെത്തി. ഓർക്കുക, ഇവിടെ കാണാൻ കാൽവറിയുടെ കുലക്കളത്തിൽ തസ്കരൻ്റെ യാചന കേട്ട് കർത്താവ് കൊണ്ടു ചെല്ലുന്നേ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാമോ? ഹാബേൽ മുതലുള്ള അതിഗായകന്മാരുടെ വിശ്രമ നഗരിയിലേക്കാണ് കാൽവറിയിലൂടെ തസ്കരൻ ചെന്ന് കയറിയതെങ്കിൽ ഇന്ന് രാത്രി പാപിക്ക് മുമ്പിൽ തുറന്നു കിട്ടിയ ഏറ്റവും വലിയ വാതിൽ പറുദീസയുടെ വാതിൽ, 2 കൃപാസനത്തിൻ്റെ വാതിൽ, 3 മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും വാതിൽ, 4 സ്വർഗവാതിൽ കാൽവറിയിൽ തുറന്നു. അതുകൊണ്ട് പാപിക്ക് കലങ്ങേണ്ട കാര്യമില്ല. ഇനി ഞാൻ രണ്ടാമത് പ്രസംഗിക്കുന്നില്ല, ഒരു പശ്ചാത്തലം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. 15 മിനിറ്റ് എടുക്കും, ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട. ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. സഭയെ കലങ്ങണ്ട, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാണ്. എന്താണെന്നറിയാമോ? ഈ വാക്കിന് ഒരു പശ്ചാത്തലമുണ്ട്. കർത്താവായ യേശുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടും രേഖപ്പെടുത്തിയ വാക്യങ്ങൾക്കെല്ലാം യഹൂദ വിവാഹത്തിൻ്റെ പശ്ചാത്തലമാണ്. ഈ വാക്യത്തിനും യഹൂദ വിവാഹത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത്, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോകുന്നു, സ്ഥലമൊരുക്കാൻ പോകുന്നു. ഇത് മണവാളനും മണവാട്ടിയും കൂടുള്ള
ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. യഹൂദ യുവാവ് വിവാഹപ്രായമായി കഴിയുമ്പോൾ പെൺകുട്ടികളെ അന്വേഷിക്കും. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയിലൊരു അപ്രോച്ചല്ല. പെൺകുട്ടിയെ കണ്ടാൽ പിന്നെ പെട്രോളും കുപ്പിയും കൊണ്ട് അതിൻ്റെ പുറകെ നടന്ന് പേടിപ്പിക്കുകയല്ല. നമ്മളവിടെ ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെ, കുപ്പിയും കൊണ്ട് ഇപ്പം നിൻ്റെ മേലൊഴിക്കും, അത് മേടിച്ചരണ്ട്. പിന്നെ ആകെ ഒരു ആശ്വാസം കഷായമാണ്. അതുകൊണ്ട് പെട്രോൾ നീ എടുത്താൽ അവൾ കഷായം എടുക്കും. അതുകൊണ്ട് രണ്ടു കൂട്ടരും മര്യാദയായാൽ രക്ഷ. അവിടെ നിൽക്കട്ടെ. യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അപ്പനോട് പറയും, എനിക്ക് അങ്ങയുടെ മകളെ ബോധിച്ചു, വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതങ്ങോട്ട് കേൾക്കുന്ന ഉടനെ ആ പെൺകുട്ടിയുടെ അപ്പൻ ചോദിക്കുക, എൻ്റെ മകളെ ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ എനിക്ക് എന്ത് തരും? എന്താണെന്നറിയാമോ? യഹൂദൻ്റെ സിസ്റ്റം പുരുഷധന സിസ്റ്റമാണ്. പെൺകുട്ടിയെ വില കൊടുത്തു വേണം വാങ്ങാൻ. ഓർത്ത് നോക്കി, അതൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ ചായമാരെ ഇതിനേൽ സ്വോത്രമൊക്കെ പറഞ്ഞോണേ, ദൈവമേ അങ്ങനെ ആകാതിരുന്നത് നന്ദി, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്ത്. ഈ യുവാവ് തൻ്റെ ആസ്തിക്കൊത്തവണ്ണം തൻ്റെ പിതൃസ്വത്തിൽ നിന്നോ അധ്വാനത്തിൽ നിന്നോ പണം വാങ്ങി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് പിതാവിൻ്റെ കയ്യിലോട്ട് ആ പണം കൊടുക്കും. ഈ പണം പെൺകുട്ടിയുടെ അടിസ്ഥാന വിലയാണ്. അവളെ വില കൊടുത്താണ് വാങ്ങുന്നത്. അവളെ വില കൊടുത്ത് വാങ്ങുകയെന്ന് പറഞ്ഞാൽ ഈ യുവാവിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം ഈ പെൺകുട്ടിയാണ്. ഈ യുവാവിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും വലിയ നിക്ഷേപം ഈ പെൺകുട്ടിയാണ്. നമ്മുടെ പ്രാണനാഥൻ നമുക്ക് വേണ്ടി ഏറ്റവും വലിയ മുതൽ മുടക്കിയത് തൻ്റെ ജീവനാണ്, അവസാനത്തുള്ളി രക്തം വരെയാണ്. നമുക്ക് ഈ നമ്മുടെ പ്രാണനാഥൻ ഇട്ട വില തൻ്റെ ജീവനാണെങ്കിൽ നമ്മെ നോക്കി പ്രാണനാഥൻ പറയുന്നത്, എനിക്ക് ജീവനേക്കാൾ വലുത് നീയാണ് എന്ന് രാത്രിയ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയ കർത്താവിന് സ്തോത്രം പറയാമോ? ആ പെൺകുട്ടിയുടെ ഭവനത്തിൽ പണം കൊടുത്തു കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ യുവാവിൻ്റെ അരികിലേക്ക് ആ പിതാവ് കൊണ്ട് നിർത്തും. പെൺകുട്ടിയുടെ വീട്ടിൽ കടന്നു വന്നവരുടെ മുൻപിൽ വെച്ച് യുവാവ് ഒരു ഗ്ലാസ് നിറയെ വീഞ്ഞെടുക്കും. എന്നിട്ട് അദ്ദേഹം ആ വീഞ്ഞ് കുടിക്കും പകുതി. ശേഷം അത് ആ പെൺകുട്ടിക്ക് നേരെ നീട്ടും. അവൾ നമ്ര ശിരസ്കയായി വാങ്ങി അവനെ ഒരു നോട്ടം നോക്കിയിട്ട് അവളും അത് കുടിക്കും. ശേഷം ആ യുവാവ് ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തിയിട്ട് ആ വീട്ടിൽ പറയും, ഇതിനാൽ ഇവളെൻ്റെ വിശുദ്ധ, ഇവളെൻ്റെ പതിവ്രത, ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചവളാകട്ടെ, എങ്ങനെ കടന്നുപോയവളാകട്ടെ, എൻ്റെ പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരിയായ നിമിഷം മുതൽ ഇവളെനിക്ക് വിശുദ്ധയാണ്. ലോഡ് സപ്പർ, മാസ്, കുർബാന, രാഭോജനം, കർത്തൃമേശ, കർത്താവിൻ്റെ അത്താഴം എന്ന് നമ്മൾ ഈ പറയുന്ന ശുശ്രൂഷ ഇവിടെ ആചരിക്കുമ്പോൾ സ്വർഗം പറയുന്ന വാക്കാണ്, ഇതിനാൽ ഇവളെൻ്റെ വിശുദ്ധ. അത് കഴിഞ്ഞ് 10 ദ്രഹ്മ നൂലിലങ്ങോട്ട് കോർത്തെടുത്തിട്ട് ഈ യുവാവ് ഈ പെൺകുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കും. ഈ ദ്രഹ്മ നൂലിൽ കോർത്ത് ഈ പെൺകുട്ടിയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവളുടെ ഐഡൻറ്റിറ്റിയാണ്. എപ്പോൾ വരെ കൈ വേണമെന്നറിയാമോ? മണവറയിൽ ചെന്ന് കയറുമ്പോൾ മണവറയുടെ വാതിൽക്കൽ ചോദിക്കും, ദ്രഹ്മ എവിടെ? അവിടെ ചെല്ലുമ്പോൾ അന്നേരം അവിടെ കിടന്ന് തത്തിക്കളിക്കരുത്. മമ്മി ദ്രഹ്മ തന്നായിരുന്നു, തന്നില്ലേ? എത്രയായിരുന്നു? 7,000, 2,000? ആണോ? എത്ര? അവർ ചോദിക്കും, എത്ര ഉണ്ട്? 3. അവിടെ എല്ലാവരും പറയും, ഇതിനെ കൊള്ളുകയില്ല, അവിശ്വസ്തയാണ്. പിന്നെ അവിടെ ജീവിതകാലം മുഴുവനും അവിശ്വസ്ത എന്ന ലേബലിൽ അവിടെ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദ്രഹ്മ നഷ്ടപ്പെട്ട പെൺകുട്ടി വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി കണ്ടുപിടിച്ചു. സന്തോഷം. കാരണം ആയുസ് മൊത്തം വരുന്ന നിന്ന മാറുന്ന ഒരു സംഭവമാണ് നടന്നത്. ഇന്ന് രാത്രി ഓർക്കണം, കർത്താവ് തന്നെ ഏൽപ്പിച്ച താലന്തുണ്ട്. മണവാളൻ വരുന്ന മണവറയിലുണ്ടല്ലോ, അതെല്ലാം തിരിച്ചു ചോദിക്കും. 5 കിട്ടിയവനോട് 5 ചോദിക്കും, 2 കിട്ടിയവനോട് 2 ചോദിക്കും, 1 കിട്ടിയവനോട് 1 ചോദിക്കും. വ്യക്തിയെ നോക്കരുത്, സമൂഹത്തെ നോക്കരുത്, സഭയെ
തള്ളയെ നോക്കരുത്, ഉപദേശിയെ നോക്കരുത്, വിശ്വാസിയെ നോക്കരുത്, പ്രസ്ഥാനം നോക്കരുത്. വ്യാപാരം ചെയ്തോണം. അവിടെ പ്രാണനാഥൻ ചോദിക്കും, എന്തിയേ? ആ ദ്രമ്യം പിടിച്ച് അവൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ അവളുടെ കാതിൽ മണവാളൻ പറയുന്ന വാക്കാണ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ പോകുന്നു, സ്ഥലമൊരുക്കാൻ ഞാൻ പോകുകയാണ്. അവളുടെ ഉള്ള ഒരു പുകച്ചില. കാരണം എന്താണെന്നറിയാമോ? ഇന്നലെ വരെ ജനിച്ചു വളർന്ന വീട്, പിച്ച വെച്ച വീട്, കളിച്ചു വളർന്ന വീട്, രക്തബന്ധങ്ങൾ ഉണ്ടായിരുന്ന വീട്, യുവാവിൻ്റെ ദ്രമ വാങ്ങി പാനപാത്രം ഭുജിച്ചതോടെ ഈ വീട്ടിൽ അന്യായി. ഏറ്റവും പ്രിയപ്പെട്ടവൻ ദാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക. അവൻ്റെ വരവ് കണ്ട് അവളുടെ കണ്ണ് നനഞ്ഞ് തുളുമ്പി, ഹൃദയം പുകഞ്ഞു നിൽക്കുക. കാരണം അവൻ വരും. പക്ഷേ ഇപ്പോൾ അവൻ ദേ പോവുക. ഈ വീട്ടിലുള്ള പിന്നീട് അവളുടെ ഉറക്കം എങ്ങനെയെന്നറിയാമോ? ഉത്തമഗീതം പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കും, വാതിൽക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. എല്ലാവരും ഉറങ്ങുമല്ലോ, ഉറങ്ങാൻ പറ്റില്ല അവൾക്ക്. അവൾക്ക് ചെറിയ ശബ്ദവും ചെറിയ അനക്കവും ഒക്കെ മണവാളനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ ഓർമ്മയിൽ അവൾ ആ മുറിയിൽ ഇങ്ങനെ കിടക്കുന്നത്. അവൾ നേരത്തെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരൊരു വാഹനം മേടിച്ചാൽ അവളൊരു സെൽഫി ഇടും. എന്തിനും ഒരു സെൽഫി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഇപ്പം സ്റ്റാറ്റസ് ഇല്ല. നേരത്തെ വണ്ടി മേടിച്ചാൽ അവർ ന്യൂ വെഹിക്കിൾ, വീടിൻ്റെ എല്ലാത്തിൻ്റെ മുമ്പിൽ സ്റ്റാറ്റസാണ്. ഇപ്പം സ്റ്റാറ്റസ് ഇല്ല. കാര്യം അവൾ പറയുന്നത്, വണ്ടി മേടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, വീട് മേടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, പെയിൻ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം എൻ്റെ മണവാളൻ വരുമ്പോൾ ഞാനിതെല്ലാം കളഞ്ഞിട്ട് പോകണ്ടേ? എൻ്റെ വീട് അവിടെയാ, എൻ്റെ പൗരത്വം അവിടെ, എൻ്റെ മണവാളൻ അവിടെ. അതാണ് എൻ്റെ വീട്. ഇവിടെ ഞാൻ കുറച്ച് നാളെയുള്ളൂ, ഇവിടെ ഞാൻ പരദേശിയ. അതുകൊണ്ട് ആ മുറിക്കകത്ത് ഇങ്ങനെ ഞരങ്ങി. അതുകൊണ്ട് CS ഒപ്പച്ചൻ എഴുതിയത്, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. ആ അകത്തങ്ങോട്ട് പുകഞ്ഞു നിൽക്കുക. മണവാട്ടിയുടെ അവസ്ഥ അതാ. ഇനി മണവാളൻ്റെ അവസ്ഥയോ അങ്ങ് പോയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഏറ്റവും വിലയുള്ളതിനെ പാർപ്പിക്കാൻ മണവറ ഒരുക്കാൻ പോയതാ. മണവറ ഒരുക്കാൻ പോയ മണവാളൻ്റെ വീട്ടിൽ തൻ്റെ ആസ്തിക്കൊത്തവണ്ണം വീടോ മോടി പിടിപ്പിക്കുന്ന ബംഗ്ലാവോ ഉണ്ടാകും. പണിയെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ തോഴ്മക്കാരോട് പറയും, മണവാട്ടിയെ സ്വീകരിക്കാൻ പോകാം. മുൻപിൽ പോകുന്നവൾ വിളിച്ചു പറയും, മണവാളൻ വരുന്നു, എതിരേൽപ്പാൻ ഒരുങ്ങുക. അവരേറ്റുപാടും. അങ്ങനെ ഏറ്റുപാടി പാടി പാടി കൊട്ടും കുരവയും താളമേളങ്ങളുമായി മണവാളൻ വരിക. പെൺകുട്ടിയുടെ തെരുവിലെത്തുമ്പോൾ ആ തെരുവങ്ങുണരും. ഓരോ വീടും ഉണർന്ന് പെൺകുട്ടിയുടെ മുറിയിൽ വരെ ശബ്ദമെത്തും. മോളെ, മോളെ എഴുന്നേക്ക്, മണവാളൻ വന്നു, ഞാൻ ഇങ്ങോട്ട് വരാൻ പറ. എടി ഇങ്ങോട്ട് വരത്തില്ലെന്ന്, നിന്നെ കൊണ്ടു കൊടുക്കണം. അതങ്ങനെ പിടികിട്ടിയോ? നമ്മുടെ മണവാണിത് ഇങ്ങോട്ട് വരികല്ലേ, മധ്യാകാശം വരെ വരത്തുള്ളൂ, നമ്മളെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ എന്താ വീട്ടിൽ നടക്കുന്നറിയാമോ? മണ പറയുന്ന ഈ പെൺകുട്ടി അങ്ങോട്ട് തന്നെ ഒരുങ്ങി മുറിയിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ തന്നെ കന്യകമാരുണ്ട്. കന്യകമാർ, വിളക്കേന്തിയ കന്യകമാർ രണ്ട് വശത്തും നിൽക്കും. അതാ കന്യകമാരുടെ ഉപമ. രണ്ടു വശത്തും വിളക്കേന്തിയ കന്യകമാർ, അവരുടെ നടുവിൽ കൂടെ മുഖം മൂടിയ ബ്രൈഡൽ മാർച്ച്, മുഖം മൂടി ഇവൾ മന്ദം മന്ദം നടക്കുക. രണ്ടു വശത്ത് കന്യകമാർ. തെരുവിലെത്തുമ്പോൾ യുവാവ് അവളുടെ കരം പിടിച്ച് വാഹനം മൃഗത്തിലോട്ട് കയറ്റി കൊട്ടും കുരവയും താളമേളങ്ങളുമായി പോകുമ്പോൾ യുവാവിൻ്റെ കൂടെ വന്നവരൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഒരുപാട് വില കൊടുത്തെന്ന് അറിഞ്ഞത്, ഇവനൊരുപാട് കാശ് ചെലവാക്കിയതാ, കൊള്ളാമോ? ആർക്കറിയാം. അങ്ങനെ മണവാളൻ്റെ മണവറയിലെത്തുമ്പോൾ മണവറയുടെ കവാടത്തിൽ ചോദിക്കും, ദ്രഹ്മ എവിടെ? 10 ദ്രഹ്മയും കൊടുക്കുമ്പോൾ ദ്രഹ്മ കൊടുക്കുന്ന ഉടനെ കരഘോഷമാണ്, നല്ലവളും വിശ്വസ്തയുമായ ദാസി. ആ നിമിഷം ദ്രഹ്മ അങ്ങനെ കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയാമോ? അടുത്തത് 7 നാൾ വിവാഹമാണ്. ആ 7 നാൾ വിവാഹത്തിൽ ഈ ദ്രഹ്മ മോതിരമായിട്ട് വരും. ആ മോതിരമായിട്ട് ആ ദ്രഹ്മയിട്ട് അവൾ ആ 7 നാളാ വിവാഹം. അതുകൊണ്ട് നമ്മുടെ മണിയറവാസം 7 വർഷമാണ്. 7 നാൾ കയറിപ്പോയതെങ്ങനെ? വീട്ടുകാർ കൊടുത്ത വിലക്കുറവിൻ്റെ വേപ്പർപ്പെട്ട് കൊടുത്ത് കയറ്റിവിട്ടതാ. 7-ാം ദിവസം വരെ എന്താ അവിടെ നടക്കുന്നറിയാമോ? പുറത്ത് ഭോജനശാലയിൽ ഭോജനമായി, ഇഷ്ടം പോലെ ഭക്ഷണം. തോഴ്മക്കാരവിടെയുണ്ട്, ബന്ധുക്കൾ അവിടെയുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ 7 നാളും അവരവിടെ തന്നെ ഭക്ഷണമുണ്ട്. അതുകൊണ്ട് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. കോൺട്രസ്റ്റ് പിടികിട്ടിയോ? അല്ലാതെ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞൊരു ഉപവാസം വേണ്ടെന്നല്ല.
ഇതാണ് കോണ്ടസ്റ്റ്. മണവറയിൽ മണവാളന് മണവാട്ടിയും, പുറത്ത് ഭോജനശാലയിൽ ഭോജനം. അങ്ങനെ 7-ാം ദിവസമാകുമ്പോൾ ഉണ്ടല്ലോ, മണവറയുടെ വാതിൽ തുറക്കും. ഈ പെൺകുട്ടി സർവാഭരണ വിഭൂഷിതയായി യുവാവിനോടൊപ്പം ഒരുക്കപ്പെട്ട വേദിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ ആ യുവാവ് അവളെ അരികത്ത് നിർത്തി മുഖത്തെ വെയിലുയർത്തി പറയും, ഇവളാണ് എൻ്റെ കാന്ത. അപ്പോഴാണ് അവളുടെ മുഖം തുളുമ്പുന്നത്, കണ്ണ് നിറഞ്ഞു തുളുമ്പും, അവളുടെ ഉള്ളം വിങ്ങും ആഹ്ലാദ ചിത്തയാകും. കാരണം ആ മുറിയിൽ ആ യുവാവിൻ്റെ ദ്രഹ്മ വാങ്ങി പാനപാത്രം ഭുജിച്ച നാൾ മുതൽ ഞരങ്ങി ഞെരുങ്ങി ഒറ്റപ്പെട്ട് കഴിഞ്ഞ നാളുകളുണ്ട്. പക്ഷെ അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വലിയ വേദിയുടെ മുൻപിൽ അവൾ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇത്ര വലിയ ആദരവ്, ഇത്ര വലിയ മാന്യത, ഇത്ര വലിയ സന്തോഷം. ഇന്ന് രാത്രി സഭ ഞാൻ കാണ്ടയെ നോക്കി പ്രാണനാഥൻ പറയുന്നത്, കലങ്ങണ്ട, സ്ഥലമൊരുക്കാൻ പോകുക. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയതുപോലെ വീണ്ടും വരും. സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രാണനാഥൻ AD 30 പോയതാണ്. 1996 കൊല്ലമായി പോയിട്ട് ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമി ഒറ്റ വാക്കുകൊണ്ട് ചമച്ച ഭൂമി ഇത്ര മനോഹരമാണ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുരുവിട്ടപ്പോൾ 17 ഡിഗ്രി സെന്റിഗ്രേഡ് ഈ ഭൂമിയിൽ ആവറേജ് ക്ലൈമറ്റ് വെളിപ്പെടുത്തിക്കൊണ്ട് 23 ഡിഗ്രി ചരിഞ്ഞ് 1500 മൈൽ വേഗത്തിൽ ഈ ഭൂമി കറങ്ങുന്നെങ്കിൽ എൻ്റെ നാഥൻ്റെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ ശബ്ദമാണെങ്കിൽ ആ ശബ്ദത്തിൻ്റെ മുൻപിൽ അന്റാർട്ടിക്കയും മൂന്നാറും ഊട്ടിയും ഈ തീരദേശവും നന്നായി ചമയ്ക്കപ്പെട്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, ആ പ്രാണനാഥൻ 1996 കൊല്ലമായിട്ടും പണി തീർക്കാത്തൊരു വീടുണ്ട്. എൻ്റെ വീടാണ്, അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങുന്ന വീടാണ്. അവിടെയാണ് ഞാൻ അവനോടുകൂടെ വാഴാൻ പോകുന്നത്. അതാണ് വെളിപ്പാടുകാരൻ പറയുന്നു, വരിക, ഞാൻ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ കാണിച്ചു തരാം. അവൻ എന്നെ ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുചെന്നു. ഭർത്താവിനെ അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ പുതിയ യെരൂശലേം എന്ന നഗരം സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമാണ്. നഖവർണ്ണ പീതരക്തം, ഗോമേതകം, മാണിക്യം, മരതകം, പുഷ്യരാഗം, സുഗന്ധി രക്തം അടിത്തറയിട്ട മതിലുകളാൽ പണിയപ്പെട്ട രമ്യഹർമ്മ്യ മന്ദിരമാണ്. ഈ മതിലിൻ്റെ അടിത്തറ 12 വിധ രത്നങ്ങൾ. അകത്തേക്ക് കയറിയപ്പോ യോഹന്നാൻ പറയുന്നു, സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമാണ്. പിന്നീട് പറയാൻ വാക്കില്ല, കാരണം രത്നങ്ങളെല്ലാം മതിലിൻ്റെ അടിയിലാണെങ്കിൽ പിന്നെ തൻ്റെ വാക്കിതാണ്, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, കാണാനില്ല, കാണാനില്ല. എന്താ? കുഞ്ഞാടാണ് വിളക്ക്. രാത്രി അവിടെയില്ല, കണ്ണുനീരവിടെയില്ല, ദുഃഖം അവിടെയില്ല, മുറവിളി അവിടെയില്ല. നമ്മളെങ്ങനെ രാജാവിനെ പോലെ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഭാഗ്യകരമായ തീരം. ഇന്ന് രാത്രി ആ വീടിൻ്റെ പണി തീരുന്നതിൻ്റെ അന്ന് പ്രാണനാഥൻ വരുമെങ്കിൽ ഇന്ന് രാത്രി അവിടെയാ മാന്യത. ആ പ്രത്യാശയുള്ളവരൊന്ന് എഴുന്നേറ്റാട്ടെ.